എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. 248 GTയിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. 2 ആഴ്ച കൂടി ബാക്കിയേ ഉള്ളൂ നമ്മളുടെ ഗ്രാൻഡ് GT 250യുടെ പ്രയറും മാനിഫെസ്റ്റേഷനും ഒരുമിക്കുന്ന മാജിക്കൽ ഇവൻ്റ് നടക്കാൻ. ഒരുപാട് പേര് എൻറോൾ ചെയ്തു, സന്തോഷം. ഇനി എൻറോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് പൂർത്തീകരിക്കാം. എനിക്ക് ഇന്നലെയും മെനിയാന്നിട്ട് ചെറുതായിട്ടൊരു ത്രോട്ട് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ നിങ്ങളത് എക്സ്ക്യൂസ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ടോപ്പിക്ക് ലോ ഓഫ് വൈബ്രേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റ് വൈബ്രേഷനിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിൻ്റെ വൈബ്രേഷനും സൗണ്ടിൻ്റെ വൈബ്രേഷനൊക്കെ മാറും എന്നാണ് പൊതുവേ നമ്മൾ പഠിച്ച പരിപാടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം വെദർ ഇറ്റ് വിൽ ചേഞ്ച് ഓർ നോട്ട് എന്നുള്ളത്. ഇന്നലെ എനിക്കിതിനേക്കാളും ചലഞ്ചിങ് ആയിരുന്നു ഇന്നലത്തെ റൂമി നൈറ്റ് പ്രോഗ്രാം. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് വരുമ്പോൾ അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ചെറിയ പ്രയാസമുണ്ട്. എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയി നോക്കാം. ഇന്ന് ഗൈഡഡ് ജേർണി ഉള്ള ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഗൈഡഡ് ജേർണിയിൽ നമ്മുടെ കോച്ച് റഹീന ഓരോ ലൈഫും ഡിഫറെൻ്റ് ആണ്, ഓരോ കോച്ചസിൻ്റെ ജേർണിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറേ ടേക്ക് അവേസ് ഞാൻ ചാറ്റിൽ നോക്കായിരുന്നു, പലരും ഒരുപാട് ടേക്ക് അവേസ് ഷെയർ ചെയ്യുന്നത് കണ്ടു. ഇനിമേ വലിയ സന്തോഷം. GCTPയിൽ നിന്നും ഇതുവരെയുള്ള ഒരു എവല്യൂഷണറി ജേർണി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. ഇനിയും വളരട്ടെ, ഇനിയും ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിട്ട് ഒരുപാട് ഇവോൾവ് ചെയ്യാനും ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും റഹീനക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എനിവേ, ഇന്ന് നമ്മൾ കുറച്ച് വീക്സായിട്ട് നമ്മളെ ഡിസ്കഷൻ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ പല ആളുകൾക്കും ഉണ്ടായിരുന്ന വലിയൊരു ഡൗട്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്താണ്, അതിൻ്റെ ABCD അറിയാത്തവർ. അറിഞ്ഞ കുറേ ആളുകൾക്ക് കുറേ ഡൗട്ട്. ഒരു കാര്യത്തെ നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തിലും നമുക്ക് ഡൗട്ട് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ വളരെ കീറി മുറിച്ച് എത്തിക്കലായിട്ട്, മിസ്റ്റിക്കലായിട്ട്, സ്പിരിച്വലായിട്ട്, പ്രയറുമായി ബന്ധിപ്പിച്ചിട്ട് എങ്ങനെ മാനിഫെസ്റ്റേഷൻ നമുക്ക് പഠിക്കാം, കൈകാര്യം ചെയ്യാം, അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിലും നമ്മളതിൻ്റെ ഒരു പോയറ്റിക് പ്രയർ എന്ന് പറഞ്ഞ ഡയമെൻഷനാണ് ഡിസ്കസ് ചെയ്തു പോയത്. എങ്ങനെയാണ് പ്രാർത്ഥന ഒരു പോയം പോലെ ആയി മാറുന്നത്, അല്ലെങ്കിൽ ഒരു പോയറ്റിക് സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയാണ് പ്രാർത്ഥന നടക്കുന്നത്, അങ്ങനെ സംഭവിക്കുമ്പോൾ ഏതിടത്ത് നിന്നാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതൊക്കെയാണ്. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ വൈബ്രേഷണൽ പാർട്ടാണ് പറയുന്നത്. കുറേ നിയമങ്ങളുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്നതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ പ്രേരണ ശാസ്ത്രീയമായിട്ട് പ്രായോഗികമായിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അധികം ആളുകൾക്കും പരിചയമുള്ള ഒരു വാക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ ആകർഷണ നിയമം എന്ന് പറയും. ഈ ആകർഷണ നിയമം എന്ന് പറയുമ്പം അതിനൊരു കുഴപ്പമുണ്ട്. മലയാളീകരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ വശീകരണ നിയമവും ആകർഷണ നിയമവും ഒന്നാണെന്നൊക്കെ തോന്നിപ്പോവും. അപ്പം ഒരിക്കലും അങ്ങനെയല്ല. ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. വശീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയായിട്ട് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുമല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആകർഷണ നിയമം പോലെ തന്നെ മാനിഫെസ്റ്റേഷന് കീഴിൽ വേറെയും കുറേ നിയമങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആണത്. ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ലോ ഓഫ് കറസ്പോണ്ടൻസ് വേറെ ഉണ്ട്. അതിന് ഒരുപാട് ലോകളുണ്ട്. ഇന്ന് നമ്മൾ ആ കൂട്ടത്തിൽ പ്രെയർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് എടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ലോ ഓഫ് വൈബ്രേഷൻ. ആ വാക്കിൽ തന്നെ ഉണ്ട് ഇവിടെയുള്ള എല്ലാത്തിനും ഊർജം ആണ് എല്ലാം. എവ്രിതിങ് ഈസ് എനർജി. ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഊർജമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവനില്ലാത്തതിൽ നിന്നും ജീവനെ സൃഷ്ടിക്കുന്നവനാണ് ദൈവം, ജീവനുള്ളതിനെ മരിപ്പിക്കുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ജീവനില്ലാത്ത അല്ലെങ്കിൽ അജൈവ വസ്തുക്കൾക്ക് പോലും ഊർജമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ആക്ച്വലി ഒരു പ്രത്യേക എനർജി അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാനൊരു എനർജി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു എനർജി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ മനുഷ്യൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പലപ്പോഴായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. എനർജി അല്ല മാറുന്നത്, എനർജിയെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ആക്ച്വലി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥ, ഇതൊക്കെ സംഭവിക്കുന്നതിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴോ പോട്ടെ, നമ്മളൊന്ന് ചലിക്കുമ്പോൾ പോലും നമ്മൾക്കൊക്കെ ഓരോരോ വൈബ്രേഷൻസാണ്, ഡിഫറെൻറ്റ് വൈബ്രേഷൻസ് ആണ്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ 6th സെൻസിൻ്റെ ലാംഗ്വേജ് ആണ് വൈബ്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണത് 6 ഇന്ദ്രിയങ്ങളുമായിട്ടാണ്. 5 സെൻസ് അല്ല, നമുക്ക് 6 സെൻസ് ഉണ്ട്. അപ്പോൾ ആ 6 സെൻസിൽ
ആക്ച്വലി ഒന്നാമത്തെ സെൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത്. ചിലർ ചോദിക്കാറുണ്ട് സിക്സ്ത് സെൻസ് ഉണ്ടോ, സിക്സ്ത് സെൻസ് ഉണ്ടോ എന്ന്. ഒരു കുഞ്ഞിനെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ജനിച്ച് വീണ കുഞ്ഞിന് ലാംഗ്വേജ് അറിയില്ല, ഒരു കാര്യം കണ്ടാൽ അത് എന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ഇത് കപ്പാകുന്നു, ഇത് ഫ്രൂട്ട്സ് ആകുന്നു, ഇത് ഇലയാകുന്നു, ഇത് കണ്ടാൽ എന്താ സാധനം എന്നും പോലും അറിയാണ്ട് കുട്ടിക്ക് ഇങ്ങനെ സെൻസ് ഇങ്ങനെ ഉപയോഗിച്ച് വെക്കാനേ അറിയൂ. സംസാരിക്കാൻ അറിയില്ല, കേട്ടാൽ തന്നെ ഭാഷ അതെന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അറിയില്ല, കാണുന്നുണ്ട് എന്താ ഇത് സാധനം എന്നറിയില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് രുചിക്കുന്നുണ്ട് ഇത് എന്ത് രുചിയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു കുഞ്ഞിന് ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ദ്രിയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ാം ഇന്ദ്രിയമാകുന്ന സിക്സ്ത് സെൻസ് ആകുന്ന ഈ 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കുട്ടിയാകുന്ന നമ്മളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ നമ്മുടെ സിക്സ്ത് സെൻസാണ്. സെൻസ് ചെയ്യാൻ പറ്റും. അമ്മ വരുമ്പോൾ ആ കുട്ടിക്ക് താനേ സെൻസ് ചെയ്യാൻ പറ്റുന്നു, നാച്ചുറലി സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെ ഈ സെൻസുകളൊന്നും പഞ്ച ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിക്സ്ത് സെൻസ് നമുക്കുണ്ടായിരുന്നു, അതിപ്പോഴും നമുക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ചിലർ പറയും എനിക്ക് എന്തോ ഒരു വൈബ് അടിക്കുന്നു, എന്തോ ഒന്നും ശരിയല്ലാത്തതുപോലെ. ശരിയല്ലാത്ത ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, പക്ഷെ സ്റ്റിൽ സം വൈബ് അടിക്കുന്നു. അപ്പോൾ പറയാം എനിക്ക് അപ്പയെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ വൈബ്രേഷൻ, ആ സിക്സ്ത് സെൻസിനും ഉള്ള ചില കാര്യങ്ങൾ റെഡിയായി വരുമ്പം, ശരിയായി വരുമ്പം നമ്മൾ പറയും അത് ഇൻറ്റ്യൂഷനാണ്. അപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കം പ്രവർത്തിക്കേണ്ടതിൽ സ്വാഭാവികമായിട്ടും ഈ സിക്സ്ത് സെൻസ് കൂടി അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മളെ ചുറ്റിലുള്ള ഓരോ ഇടപാടുകളിലും ഇടപെടലുകളിലും സിക്സ്ത് സെൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സിക്സ്ത് സെൻസിൻ്റെ ലാംഗ്വേജ് ആണ് വൈബ്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആൾക്കാരടുത്ത് നമുക്ക് നല്ല വൈബ് അടിക്കും, ചില ആൾക്കാർക്ക് അടുത്ത് നമുക്ക് ചിലപ്പോൾ നല്ല വൈബ് അടിക്കൂല. ഇനി ആളുകൾ മോശമായിട്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ നമ്മുടെ വൈബ് കറക്റ്റ് ആവാതിരിക്കുമ്പം നല്ല വൈബുള്ള അടുത്ത് എത്തിയാലും നമുക്ക് ഓക്കെ ഫീലിംഗ് കിട്ടില്ല. അപ്പോഴും നമ്മളെ സിക്സ്ത് സെൻസ് നമ്മളോട് പറയുകയാണ് സംതിങ് ഈസ് ടു ബി റെഡി, സംതിങ് ഹാസ് ടു ബി റെഡി. നിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യം റെഡി ആവാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ളൊരു സൂചനയായിരിക്കും അത് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്ത 100% പ്രിപ്പയർഡ് അല്ലാത്ത എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്താണ് നമ്മൾ വിളിച്ച് വരുത്താതെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരുന്നു. ഓക്കെ, നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല ഹാർട്ട് ബീറ്റ്, ബാക്കിയൊക്കെ നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാം. അല്ലെങ്കിൽ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, താനേ വരാണ്. സ്പോണ്ടേനിയസ്ലി ഒക്കറിങ് സ്റ്റിമുലേഷൻ നമ്മൾ പറയും, സെൻസേഷൻ നമ്മൾ പറയും. അപ്പോൾ അത് പെട്ടെന്ന് കയറി വരാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നതിലൂടെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ മനസ്സ് നമുക്ക് എന്തോ ഒരു സൂചന തരാണ്, സംതിങ് ഈസ് നോട്ട് റെഡി, എന്തോ ഒന്നും റെഡിയല്ല. മേ ബി നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ എന്തൊക്കെയോ ഉണ്ടായിരിക്കാം. ഏതായാലും നമ്മൾക്കിങ്ങനെ ചില വൈബുകൾ നമുക്ക് ചില മെസ്സേജുകൾ തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രെയർ മാനിഫെസ്റ്റേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് വൈബ്രേഷൻസ് മാച്ച് ചെയ്യുമ്പോഴാണ് ആ കാര്യം നടക്കുക എന്നുള്ളത്. ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഈ വൈബ്രേഷൻ എങ്ങനെയാണ് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വൈബ്രേഷൻസിന് എത്രമാത്രം നമ്മൾ ഈ ലോകത്തെ വായിക്കുന്നതിന് പിറകിൽ എത്രത്തോളം ബന്ധമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് പിറകിലും വൈബ്രേഷൻസിന് എത്രത്തോളം കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് മുന്നേ എന്നാണ് ഒരു പുസ്തകത്തിൽ എഴുതിയതാണ്. അതിങ്ങനെ പറഞ്ഞത്, ഒരു 400 വർഷങ്ങൾക്ക് മുന്നേ 2 ഗോത്രവർഗ്ഗക്കാർ ഏതോ ഒരു കാടുകളിലാണ്. അപ്പോൾ ഒരു പുഴയാണ് ആ 2 ഗോത്രങ്ങളെ തമ്മിൽ രണ്ടാക്കി ഭാഗിച്ചിരിക്കുന്നത്. ഈ 2 ഗോത്രക്കാർ ഒരു പുഴയുടെ 2 തീരങ്ങളാണ്, നല്ല വീതിയുള്ള പുഴയാണ്. അപ്പം ഈ 2 ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള ഭാഷ സെയിം അല്ല, 2 പേരും 2 ഭാഷ സംസാരിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഒരു ഗോത്രവർഗം അവിടെ എന്തെങ്കിലും അപായം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡ്രം എടുത്തിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. ഉണ്ടായിരിക്കും ഡ്രം ഇങ്ങനെ ഗോത്രവർഗ്ഗക്കാരൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇവർ ഡ്രം എടുത്ത് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കൽ ഒരു വിഷയം വന്ന സമയത്ത് ഒരു ഗോത്രവർഗ്ഗക്കാർ അത് സെൻസ് ചെയ്യുകയും അത് സെൻസ് ചെയ്ത സമയത്ത് ഒരു ഡ്രം എടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത്, മുട്ടുന്ന സമയത്ത് അപ്പുറത്ത് പുഴയുടെ അപ്പുറത്തുള്ള അടുത്ത തീരത്തിലുള്ള കാട്ടിലുള്ള ആളുകൾ ഇത് കേൾക്കും. ഇത് കേൾക്കുന്ന സമയത്ത് ഡ്രമ്മിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതെന്താ മീൻ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ മെസ്സേജ് ഉണ്ട്, എന്താ സംഭവം എന്ന് അറിയില്ല, അങ്ങനെയല്ലോ നമ്മൾ പറയാം. എന്തോ വിഷയമുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇവരവിടെ മെസ്സേജ് കൺവേ ചെയ്യാൻ നോക്കുന്നതിന് ഇപ്പുറത്തുള്ള ഗോത്രക്കാർക്ക് അറിയാത്തത് കൊണ്ട് അവർ ചെയ്തിരുന്നൊരു പരിശീലനമുണ്ട്. അവർ ചെയ്തത് ഇങ്ങനെയാണ്, ആ ഡ്രമ്മിൻ്റെ സൗണ്ട് പിക്ക് ചെയ്യുന്നു, അത് ഏത് താളത്തിലാണ് മുട്ടുന്നത് അത് പിക്ക് ചെയ്തിട്ട് ഇവർ വേറൊരു ഡ്രമ്മ്, ഇവരെ ഗോത്രക്കാർ ഒരു ഡ്രം എടുത്ത് കൊണ്ടുവന്നിട്ട്
അതിൻ്റെ മുകളിൽ അതേ താളം എടുത്തിട്ട് ഇവരെ ആൾക്കാരും ഇങ്ങനെ മുട്ടാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ഇത് മുട്ടി തുടങ്ങുമ്പോഴേക്ക് ആ ഡ്രമ്മിൻ്റെ താളത്തിലേക്ക് ഇവർ ചേർന്ന് വരുമ്പോഴേക്ക് ചിലപ്പോൾ ആ താളം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് അടിക്കേണ്ടി വരും. അതിങ്ങനെ അടിച്ചടിച്ചടിച്ച് അതിനോടൊപ്പം കിട പിടിക്കുമാർ ഇങ്ങനെ അടിച്ചു വരുമ്പോഴേക്ക് ഇവരെ ശരീരത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെൻസേഷൻ വരും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഹാപ്പിനെസ് ആണെങ്കിൽ ഒരു താളമായിരിക്കും, സാഡ്നെസ് ആണെങ്കിൽ വേറെ താളമായിരിക്കും. നിങ്ങൾ മ്യൂസിക് എടുത്ത് നോക്കിയാൽ മതി, നല്ല മെലോഡിയസ് അല്ലെങ്കിൽ ഭയങ്കര വൈബിങ് ആയിട്ടുള്ള ജാമിങ് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് നമുക്ക് കിടന്ന് കരയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അത് ഓഫാക്കിയെന്നൊക്കെ പറയും. കാരണം അത് സന്തോഷിക്കാനുള്ള മ്യൂസിക്കാണ്, നമുക്ക് കരയലാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒന്ന് കരയണമെന്നുണ്ടെങ്കിൽ മറ്റേ ഒരു നേരെ താഴെ കിടക്കുന്ന ഭയങ്കര സ്ലോ പേസിലുള്ള കരയിപ്പിക്കുമാറുള്ളൊരു ടോണിലുള്ള സാധനം വന്നാൽ നമുക്ക് കരച്ചിൽ വരും. അപ്പം ആക്ച്വലി പാട്ടിൻ്റെ വരിക്കൊന്നല്ല വിഷയം, നമ്മൾ മനസ്സിലാക്കാറുണ്ട് അത് കീപ്പ് ചെയ്യുന്നൊരു വൈബ്രേഷൻ ഉണ്ട് അല്ലേ, അതിൻ്റെ ഒരു പിച്ച് ഉണ്ട്, അതിൻ്റെ ഒരു ശൈലിയുണ്ട്. ഇതാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇതേപോലെ ഈ ഡ്രം അടിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ ഡ്രം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അത് അടിക്കുന്ന ആളുകളുടെ ശരീരം, അതിൻ്റെ ശരീരപ്രകൃതി, അത് അടിച്ചു വരുമ്പോഴേക്കും അവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവം, ഇതൊക്കെ പിക്ക് ചെയ്യുമ്പോഴേക്ക് ഇവർക്ക് മനസ്സിലായി എന്തോ എമർജൻസി ഉണ്ട്, ആരോ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഇനി വേറെ ചില സമയത്ത് ഇവർ മുട്ടി നോക്കുമ്പം ആ ബോഡിയിലൊക്കെ കാണുന്നത്, ആ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് മുട്ടുന്നത് പോലെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ മുഖത്ത് പ്രകടമാകുന്നു. സിംപ്ലി ലാംഗ്വേജ് പോലും ഇല്ലാതെ, ഭാഷ പോലും അറിയാതെ ഒരു വിഷയത്തെ, ഒരു വികാരത്തെ അപ്പുറത്തെ തീരത്തു നിന്നും ഇപ്പുറത്തെ തീരത്തേക്ക് അവർ കൺവേർട്ട് ചെയ്തത്, ട്രാൻസ്ഫർ ചെയ്തത് ഞാൻ പറയും വൈബ്രേഷനിലൂടെയാണ്. അവരെന്താ റീഡ് ചെയ്തത്? ഓരോ വികാരങ്ങൾക്കും ഓരോ വൈബ്രേഷനാണ്. ഈ ചെണ്ട മുട്ട എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷനാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലടിക്കുന്ന സമയത്ത് ഓരോരോ വൈബ്രേഷൻസ് ആണ്. അപ്പം വൈബ്രേഷൻസ് റീഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇമോഷൻസ് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളോട് എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒക്കെ തന്നെ നമ്മളെ സംസാര ഭാഷയ്ക്കപ്പുറത്തേക്ക്, ഞാൻ പൊതുവെ പറഞ്ഞ് എനർജി കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇന്നത്തെ ടോപ്പിക്കുമായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജിയുള്ള എല്ലാ വസ്തുക്കൾക്കും, എല്ലാ എനർജിക്കും ഒരു സ്പെസിഫിക് വൈബ്രേഷൻ ഉണ്ടായിരിക്കും. അത് സയൻസിൻ്റെ ലോ ആണ്. എവ്രി എനർജി ഹാസ് എ സ്പെസിഫിക് കൈൻഡ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. സ്പെസിഫിക് ഹെർട്സിലുള്ള ഫ്രീക്വൻസിയോ സ്പെസിഫിക് വൈബ്രേഷൻസോ അതിനുണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ സംസാരിക്കുന്നത് ശബ്ദമായിട്ടാണ്. ലാംഗ്വേജ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിനോടൊപ്പം തന്നെ നമുക്കൊരു ശബ്ദമുണ്ട്. അപ്പോൾ ആ ശബ്ദം ഒരു സ്പെസിഫിക് വൈബ്രേഷനിലായിരിക്കും, ഒരു സ്പെസിഫിക് എനർജിയിലായിരിക്കും. നമ്മൾക്ക് അറിയാത്തൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളോട് സ്നേഹത്തോടു കൂടിയാണോ സംസാരിക്കണത്, ദേഷ്യത്തോടു കൂടിയാണോ സംസാരിക്കണത്, ആക്ച്വലി അവരെ കേൾക്കാതെ തന്നെ അവരുടെ മുഖത്തുള്ള ഭാവങ്ങൾ പിക്ക് ചെയ്യാതെ തന്നെ മാറിയിരുന്നു കഴിഞ്ഞാൽ അവരുടെ ശബ്ദത്തിൻ്റെ ടോണ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപായമാണോ, ദേഷ്യം പിടിച്ചിട്ടാണോ, സന്തോഷത്തിലാണോ, സമാധാനത്തിലാണോ എന്നൊക്കെ നമുക്ക് ആ ടോണ് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ 5 സെൻസുകളോടൊപ്പം തന്നെ നമ്മളൊരു 6th സെൻസ് കൂടി വൈബ്രേഷൻസ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പഠിച്ചവൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കാമെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ലാംഗ്വേജ് എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷ മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് പഠിച്ചവൻ്റെ ലാംഗ്വേജ് ഏതായിരിക്കും, ദൈവത്തിൻ്റെ ലാംഗ്വേജ് ഏതായിരിക്കും, തമിഴായിരിക്കോ, സംസ്കൃതമായിരിക്കോ, അറബിക്കായിരിക്കോ, ഹീബ്രു ആയിരിക്കോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഈ ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ, ലാംഗ്വേജ് വ്യത്യസ്തമാണെങ്കിൽ കൂടി ലാംഗ്വേജ് വ്യത്യസ്തമായിട്ടുകൂടി ഈ ലോകത്തിൽ വ്യത്യസ്ത ഭാഷക്കാർ തമ്മിൽ ഇടപഴകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാംഗ്വേജുകളൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടി ഈ ലോകത്തിലുള്ള ചെടിയും മനുഷ്യരും പ്രകൃതിയും ഒരുമിച്ചിട്ട് ഇവിടെ പല കാര്യങ്ങളും കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യേക ലാംഗ്വേജ് ഉണ്ടായത് കൊണ്ടല്ല. അപ്പം സാധാ പറയുന്ന 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഭാഷയ്ക്ക് അപ്പുറത്തായിട്ട് കിടക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ദ ലാംഗ്വേജ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ വൈബ്രേഷണൽ ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് നമ്മൾ ലോ ഓഫ് വൈബ്രേഷൻസ് പിക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണം എന്ന് നിങ്ങൾ കൊതിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരണം, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആക്ച്വലി നിങ്ങളത് ആഗ്രഹിക്കുന്നത്, ചിലപ്പം ആഗ്രഹം വരുന്നത് ആ ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മലയാളത്തിലായിരിക്കും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മലയാളിയായിട്ട് ആഗ്രഹിച്ചോ ഇംഗ്ലീഷുകാരനായിട്ട് ആഗ്രഹിച്ചോ എന്നുള്ളതല്ല. മലയാളിയാണെങ്കിലും ഇംഗ്ലീഷുകാരനാണെങ്കിലും അറബി ആണെങ്കിലും ആരാണെങ്കിലും എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നത് അപ്പുറത്തെ ദ്വീപിൽ നിന്നും ഇപ്പുറത്തെ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ അതും നിങ്ങളും തമ്മിൽ ഒരു വൈബ്രേഷണൽ മാച്ച് സംഭവിക്കുമ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പം ഈ ഭൂമിയിലുള്ള എന്തിനേയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുമാറ് ഭൂമിക്ക് അതീതമായി, ഭൂമിക്ക് മീതെയായി ഭൂമിയെ സംവിധാനിച്ചവൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ കൺവേ ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനോട് പാരലായിട്ട് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിൻ്റെ
ഇൻറ്റൻസിറ്റി ഓഫ് ദ വൈബ്രേഷൻ എത്രയുണ്ട്. ആഗ്രഹത്തിൻ്റെ തീവ്രത എന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം വിടാതെ എനിക്കത് വേണമെന്ന് വാശി പിടിക്കുന്നുണ്ട് എന്നുള്ളതല്ല അതിൻ്റെ തീവ്രത. വലിയ വാശിയൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കൊതിക്കുമ്പം ആ കൊതിക്കുന്ന സമയത്തുള്ള, ആഗ്രഹിക്കുന്ന സമയത്തുള്ള, പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള വൈബ്രേഷൻ ഹൈ ആയിരിക്കും. എത്രത്തോളം നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നുവോ, ഉയർന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് അത് പൊസസ് ചെയ്യുന്ന വൈബ്രേഷനായിട്ട് ഒന്നുകിൽ മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിനേക്കാളും മീതെ നമ്മുടെ വൈബ്രേഷൻ എപ്പോഴാണോ ഉയരുന്നത് അപ്പോഴാണ് ആക്ച്വലി കലക്റ്റീവ്ലി അത് നമുക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചുറ്റുള്ള പലതും ഇടപെട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രകൃതി പ്രവർത്തിക്കുന്നുണ്ട്, കടൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഭൂമിയിലുള്ളതിനേക്കാളും കൂടുതൽ ഓക്സിജൻ കടലിൻ്റെ അടിയിലാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഓക്സിജൻ സംവിധാനിക്കാൻ വേണ്ടിയിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കടലിന് പോലും അറിയില്ല, കടലിൻ്റെ അടിയിലുള്ള ചെടികൾക്ക് പോലും അറിയില്ല ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജനൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകണം എന്നുള്ള കാര്യം. പക്ഷെ അതിന് ആവശ്യക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് സംവിധാനിച്ചത്. നമ്മളും അറിയുന്നില്ല, കടലും അറിയുന്നില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷെ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ട ഓക്സിജനും നമുക്ക് വേണ്ട എന്തൊക്കെ മിനറൽസ് ആണോ അതൊക്കെ ഈ പ്രകൃതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളിലേക്ക് വരുന്നു. നമ്മളും അറിയുന്നില്ല, നമ്മൾ വേസ്റ്റ് എന്ന് കരുതി ഒഴിവാക്കുന്ന പല കാര്യങ്ങളും ഈ മണ്ണിനും ഈ പ്രകൃതിക്കൊക്കെ ആവശ്യമുള്ള എന്തൊക്കെയോ ആയി മാറാൻ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേസ്റ്റ് ഒഴിവാക്കാനേ അറിയൂ, പക്ഷെ അതിനെ മണ്ണിലെത്തിക്കഴിഞ്ഞാൽ അതിനെ മിനറൽസ് ആക്കി മാറ്റിയിട്ട് ചെടികൾക്കും മറ്റുള്ളതിനൊക്കെ ഗുണകരമാക്കിയിട്ട് പ്രോസസ്സ് ചെയ്തെടുപ്പിക്കുന്ന ഒരു പ്രക്രിയ അതിനിടയിൽ മുകളിലുള്ളവൻ നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പം നമ്മുടെ ചുറ്റുള്ള ലോകവുമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ആക്ച്വലി ശരിക്കുള്ള ബന്ധം. നമ്മുടെ ട്രൂ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ബന്ധം ഓൾറെഡി നമ്മളെ സൃഷ്ടിച്ചവൻ ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നമുക്ക് ഏറ്റവും ഗുണകരമായ, ഫലപ്രദമായ, ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ, അനുകൂലമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഒരു സീക്രട്ട് കോഡാണ് കോഡ് ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് വൈബ്രേഷൻ എന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഉയർന്ന വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഉയർന്ന വൈബ്രേഷൻ എന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ വികാരങ്ങൾക്കൊക്കെ ഓരോ ഇമോഷൻസും എനർജിയാണ്, ഓരോ വികാരങ്ങളും ഊർജമാണ്. ഓരോ വികാരങ്ങളും, ദേഷ്യം ഒരു ഊർജമാണ്, സന്തോഷം മറ്റൊരു ഊർജമാണ്, ആനന്ദം മറ്റൊരു ഊർജമാണ്. ഓരോ ഊർജ നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുക. ചിലപ്പോൾ നമ്മൾ വളരെ ഡൗൺ ആണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എനർജി എല്ലാം അവിടെ ഡൗൺ ആണത്. ആക്ച്വലി നമ്മുടെ ഇമോഷൻ ആക്ച്വലി ദേഷ്യമായിട്ടോ സങ്കടമായിട്ടോ ഇങ്ങനെ കിടക്കാം. പക്ഷെ ആ സങ്കടത്തിൻ്റെ എനർജിയുടെ വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കാം. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഓരോ വികാരങ്ങളും ഊർജ്ജമാണ്. ഓരോ വികാരവും ഊർജ്ജമാണെങ്കിൽ ഓരോ ഊർജ്ജത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രീക്വൻസിയും വൈബ്രേഷനും ഉണ്ട്. നമ്മൾ ഊർജ്ജത്തെ അളക്കൽ ഫ്രീക്വൻസിയും വൈബ്രേഷനും വെച്ചിട്ടാണ്. വൈദ്യുതി ഊർജ്ജമാണ്. വൈദ്യുതി എന്ന ഊർജ്ജം നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാസം എത്ര ഉപയോഗിച്ചു എന്നുള്ളത് മാസത്തിൽ വന്നിട്ട് അളക്കുന്ന സമയത്ത് ഇത്ര വാട്ട്സ് നമ്മൾ യൂസ് ചെയ്തു, എത്ര ഹേർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സൗണ്ടിന് നമ്മൾ എത്ര ഹേർട്സ് ആണ് സൗണ്ട്. അപ്പോൾ ഓരോന്നിനും അളക്കാനുള്ള ഓരോരോ അളവ് കോലുകളുണ്ട്. അപ്പോൾ ഊർജ്ജമാണോ നമുക്കതിനെ അളക്കൽ സാധ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ ലൈറ്റ് വരെ നമ്മൾ പറയുകയാണെങ്കിൽ എത്ര വാട്ട്സിൻ്റെ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെറുതാണോ വലുതാണോ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വൈബ്രേഷനും അതിൻ്റെ യൂട്ടിലൈസേഷനും വാരി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏത് ഊർജ്ജം നമ്മൾ തൊട്ട് കഴിഞ്ഞാലും, ചൂടാണെങ്കിൽ ചൂടും നമ്മൾ അളക്കാറുണ്ട് അല്ലേ. ടെമ്പറേച്ചർ അളക്കാൻ നമ്മൾ സ്പെസിഫിക് സംഭവം വെച്ചിട്ട് നമ്മൾ അളന്നുകൊണ്ടിരിക്കും. ഇത്ര ചൂടിൽ തിളപ്പിക്കണം, ഇത്ര ചൂടിൽ തിളപ്പിക്കരുത്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏതൊരു സംഭവം എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ ഏത് ഊർജ്ജത്തെയും അളക്കാനുള്ള ഒരു അളവുകോലുണ്ട്. അപ്പം എല്ലാ ഊർജ്ജങ്ങൾക്കും ഒരു സ്പെസിഫിക് വൈബ്രേഷനും ഫ്രീക്വൻസിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ പ്രാർത്ഥന സംഭവിക്കുന്ന, നമ്മളുടെ പ്രവർത്തനങ്ങൾ തന്നെ പ്രാർത്ഥനയാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നമ്മളെ മനസ്സിൽ ആഗ്രഹമായിട്ട് വെക്കുന്നത് എന്താണോ, ആ ആഗ്രഹം സംഭവിക്കാൻ പാകത്തിന് സംഭവിക്കേണ്ട ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനിൽ നമ്മുടെ മനസ്സ് എത്തുമ്പോൾ മാത്രമേ, നമ്മുടെ ഹൃദയം എത്തുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്നും ഈ യൂണിവേഴ്സിലേക്കെന്നോ ഈ പ്രകൃതിയിലേക്ക് എന്നൊക്കെ പറയുമാറ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് തുടങ്ങുള്ളൂ. ആ ഫ്രീക്വൻസി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ, ആ വൈബ്രേഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ഞാൻ പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പല ആളുകളുടെയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ ഭൂമിയിൽ നിന്നും വിട്ടിട്ടുണ്ട് ആകാശത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കാം. വി കോൾ ഇറ്റ് ആസ് ഫോർത്ത് ഡയമെൻഷൻ. 3D എന്ന നമ്മുടെ ഭൂമിയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. 5D ആണ് ഹെവൻലി റെലം. ഇതിൻ്റെ ഇടയിൽ ഒരു 4D ഉണ്ട്. അവിടെ അപ്രൂവൽ കിട്ടാണ്ട് ഈ ബോർഡറൊക്കെ ഉണ്ടാവില്ല, ബോർഡറിൽ വിസ പിടിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ പേപ്പർ ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു വെച്ചതുപോലെ കിടക്കാം. എപ്പോഴാണ്
നമ്മൾ എപ്പോഴാണ് നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കൽ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് കരുതുന്ന കാര്യങ്ങൾ നടത്തി കിട്ടണമെന്ന് കരുതുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവാറുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ നടത്തി തരാൻ പടച്ചോൻ തയ്യാറായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പടച്ചവൻ ദൈവം അത് സംവിധാനിച്ച സംവിധായകൻ അതിൽ ഇടപെടണമെങ്കിൽ ചില ക്ലിയറൻസുകൾ നമുക്ക് വേണം. അതിലൊരു പ്രധാനപ്പെട്ട ക്ലിയറൻസ് പേപ്പറാണ് വൈബ്രേഷൻ കറക്റ്റ് ആവുക എന്നുള്ളത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നു എന്ന് റൂമി പറയുമ്പം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വൈബ്രേഷനും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ വൈബ്രേഷനും സെയിം ആയിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വൈബ്രേഷനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനെ കുറിച്ചാണോ അതിൻ്റെ വൈബ്രേഷനും സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള ഏത് വസ്തു എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ വസ്തുവിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ആക്ച്വലി ഓരോ സാധനങ്ങൾ തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്പോഞ്ച് ടച്ച് ചെയ്യുമ്പോഴുള്ള സെയിം ഫീലിംഗ് ആണോ ആക്ച്വലി നിങ്ങൾ പോയിട്ട് ഒരു പാറ കഷ്ണം പിടിച്ചാൽ കിട്ടുക? ഒരിക്കലല്ല. ഇറ്റ്സ് എ ഫീലിംഗ്. എന്താണ് അതിൻ്റെ വ്യത്യാസം? ഒരു സ്പോഞ്ചിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ആറ്റങ്ങളെ പാക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെയല്ല ഒരു പാറക്കുള്ളിൽ. അപ്പം ആ സ്പോഞ്ച് പിടിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ആ സ്പോഞ്ചിൻ്റെ വൈബ്രേഷനാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആറ്റങ്ങളെ പാക്ക് ചെയ്തിരിക്കുന്നത്, ആറ്റങ്ങളെ കൊണ്ടാണ് ഇത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ലൂസ് ഫീലിംഗ് നമുക്ക് കിട്ടാനുള്ളൊരു കാരണം, ഒരു സ്പോഞ്ചി ഫീലിംഗ് കിട്ടാനുള്ള കാരണം അതിൻ്റെ വൈബ്രേഷൻ അതാണ്. അതേ സമയത്ത് നിങ്ങളൊരു പാറ പിടിക്കുന്ന സമയത്ത് അതിന് വേറെ വൈബ്രേഷനാണ്. നമ്മളതിനെ ഫീൽ ചെയ്യാന്ന് പറയുന്നത്. പാറ പിടിക്കുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, റഫായിട്ട് ഫീൽ ചെയ്യുന്നു, സ്പോഞ്ച് പിടിക്കുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. എന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങളില്ലേ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറുള്ളത്? അമ്മേ പാറ പിടിക്കണ പോലെയാണോ? ദാറ്റ് ഈസ് എ വൈബ്രേഷൻ. അല്ല, നിങ്ങളെ സ്വപ്നങ്ങളെ പിടിക്കുന്ന സമയത്ത്, സ്വപ്നങ്ങളെ പറ്റി ആലോചിക്കുന്ന സമയത്ത്, ആഗ്രഹങ്ങളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അപ്പൂപ്പൻ താടി പിടിക്കുന്നത് പോലെയാണ്. അപ്പൂപ്പൻ താടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ള ഫീലിംഗ് എന്താ? വാവ്, ഫ്രീ, ഫ്ലോ, ഫ്ലൈ, സെറ്റ് ഫ്രീ, ഇതൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മല പോലെ വന്നത് അല്ലേ, മഞ്ഞുപോലെ ഉരുകിപ്പോയി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാരുടെ ഈ വൈബ്രേഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുന്ന, ഇതിൻ്റെ മുന്നേ ഞാനൊരു ചീട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവരെ വൈബ്രേഷണൽ സ്റ്റേറ്റ് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്ന്. ദാറ്റ് മീൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുന്നോളമുള്ള സംഭവമാണ്. അത്രയും ആഗ്രഹിച്ചാൽ ഇത്രയും നമുക്ക് കിട്ടുള്ളൂ. ആക്ച്വലി അവരെ വൈബ്രേഷണൽ സ്റ്റേറ്റ് എന്താ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാറക്ക് സമാനമാണ് അവരുടെ സ്വപ്നം. അതൊന്നും ചെറിയൊരു തരിയെങ്കിലും കിട്ടിയാൽ ഓക്കെ, അവർക്കതൊന്നും തരി മതി എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ട്, ദ ഡിവൈൻ വൈബ്രേഷൻ, ദ വൈബ്രേഷൻ ഓഫ് കുൻ ഫയക്കുൻ, ദ വൈബ്രേഷൻ ഓഫ് ബി ആൻഡ് ഇറ്റ് ഈസ്. അതാണ് ദ വൈബ്രേഷൻ ഓഫ് ദ ഗോഡ്. അതെന്താണ്? ആവുക എന്ന് പറയുമ്പോഴേക്ക് ആയിക്കോളും, കീപ്പെടുക എന്ന് പറയുമ്പോഴേക്ക് കീപ്പെട്ടോളും, കുല്യാനാറു കുനി ബർദൻ, തീ തണുപ്പാകട്ടെ എന്ന് പറയുമ്പോഴേക്ക് അത് തണുപ്പായിട്ട് മാറും. ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒറ്റ ബി കൊണ്ട്, ഒറ്റ കമാൻഡ് കൊണ്ട് മാറാവുന്ന വിഷയമുള്ളൂ ദ ഡിവൈൻ വൈബ്രേഷൻ, ദ ഗോഡ്ലി വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ദൈവത്തിൻ്റെ വൈബ്രേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്നിക്കുരുവോളം ചോദിച്ചാൽ കുന്നോളം കൊടുക്കുക എന്നുള്ളതാണ്. പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുക എന്നുള്ള. മനുഷ്യൻ്റെ വൈബ്രേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പൂന്തോട്ടം ചോദിച്ചാൽ ഒരു കഷ്ണം ഇതളെങ്കിലും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ഇപ്പം അതിനൊരു വൈബ്രേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും നടക്കൂല, ഒരിക്കലും മാറൂല എന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമ്പം അത് തൊടുന്ന സമയത്ത്, മനസ്സിൽ തൊടുന്ന കാര്യം ഞാൻ പറഞ്ഞത്, അത് തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോഞ്ച് പോലെയാണോ, പരുത്തി പോലെയാണോ ഫീൽ ചെയ്യുന്നത്, പാറ പോലെയാണോ ഫീൽ ചെയ്യുന്നത്? ഇത് മാറാനൊന്നും പോണില്ല, ഇത് നടക്കാനൊന്നും പോണില്ല, അങ്ങനത്തെ മാറാൻ പോകുന്നില്ല, ഇതൊരു പാറക്ക് സമാനമായിട്ടുള്ള അവസ്ഥയാണ് എന്ന വൈബ്രേഷണൽ സ്റ്റേറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഞാൻ പറയാറുണ്ട് സ്വപ്നങ്ങളെ അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് അളക്കാൻ പറ്റൂല, നമുക്കിങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്നിട്ട് പറയും, ഇപ്പോൾ ഇവിടെ ഒരു 10 ആളുണ്ടെങ്കിൽ 10 ആളും വന്നിട്ട് എന്നോട് പറയും, ഗൈഡ് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു എന്ന് പറയാനേ പറ്റൂ. ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് എത്രത്തോളം ഭാവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ, നിങ്ങൾ അതിനോത്ര ആഗ്രഹിക്കുന്നത് തന്നെ കൺവിൻസ് ചെയ്യാൻ ആ മുഖഭാവങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവം വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പറയുന്നത് സെയിമാണ്. എന്നാൽ വേറൊരാൾ, ഇപ്പം ഇതിൽ 10 പേരുണ്ട്, അതിൽ ഉനൈസ വന്നിട്ട് എന്നോട് പറയാണ് ആർഭാടങ്ങളൊന്നും ഇല്ല. ഉനൈസ വന്നിട്ട് എന്നോട് പറയാം, ഗൈഡ് എനിക്ക് അത് കിട്ടണമെന്ന് ഞാൻ കൊതിക്കുന്നുണ്ട്. ഇത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നാം ഉനൈസക്ക് ഒരു പവർ ഇല്ലല്ലോ, കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. ആ സമയത്ത് ഷിറിൻ ഷാൻ എന്നിട്ട് ഗൈഡേ എനിക്കത് കിട്ടിയിട്ടേ അടുങ്ങുള്ളൂ കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അപ്പം ഞാൻ ഷിറിൻ ഷാനെ കുറച്ച് പവറേഷ് ആണല്ലോ, പവർ കൂടുതലാണല്ലോ. ഈ പറഞ്ഞത് കൊണ്ടല്ല അതെങ്ങനെയെന്ന് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ ഉനൈസക്കായിരിക്കും വേഗത്തിൽ സംഭവിക്കുക, ആർഭാടങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ ഉനൈസയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അത് കുന്നോളം ചോദിച്ചാൽ കുന്നിക്കുരോളം എന്നായിരിക്കില്ല. കുന്നിക്കുരു ചോദിക്കുമ്പം കുന്ന് കിട്ടുന്ന
ഗോഡ്ലി വൈബ്രേഷനിലാണെങ്കിൽ ആ വൈബ്രേഷനാണ് ആവശ്യം. അതുകൊണ്ടാണ് ഏത് വൈബ്രേഷനും മാച്ച് ചെയ്യാൻ ഗോഡ്ലി വൈബ്രേഷൻ ആകുന്ന വൈബ്രേഷനിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ദ വൈബ്രേഷൻ ഓഫ് ദ ക്രിയേഷൻ, നോട്ട് ദ വൈബ്രേഷൻ ഓഫ് ദ സ്കേഴ്സിറ്റി. ചില ആൾക്കാർ പ്രാർത്ഥിക്കുമ്പം ആഗ്രഹം പറയുമ്പോൾ തന്നെ ആ പറച്ചിൽ തന്നെ അത് വേണം എന്നത് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം അവരുടെ ലാക്കിങ് അത്രമാത്രം ഉണ്ടായിരിക്കും. പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാലേ റെഡി ആവുള്ളൂ. ആ പറച്ചിൽ തന്നെ ഉണ്ട്, പൈസ വേണം ശരിയാണ്, പക്ഷെ അതിനോടൊപ്പമുള്ള വൈബ്രേഷൻ എന്താ, അത്രമാത്രം സ്കേഴ്സിറ്റിയിലാണ് ഞാൻ കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഒരു കുന്നോളം പ്രശ്നങ്ങളുണ്ട്, ഒരു കുന്നിക്കുരോളെങ്കിലും റെഡി ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചിട്ട് ആസ് യു റേസ് യുവർ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ ഗോഡ്ലി വൈബ്രേഷനിലേക്ക് എലവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് വൈബ്രേഷൻ ഈസ് ദൈവത്തിന്, സൃഷ്ടാവിന്, ബി ആൻഡ് ഇറ്റ് ഈസ് കൊണ്ട് തീർക്കാവുന്ന കാര്യമേ അതുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഈസി ആയിട്ട് അതിനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ്. ഏതുവരെ വെയിറ്റ് ചെയ്യണം? ആ വൈബ്രേഷൻ മാറുന്നത് വരെ. അപ്പോൾ നിങ്ങൾ സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് സ്വപ്നങ്ങളെ സംഭവിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കാം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. പല ആളുകളും സ്വപ്നങ്ങൾക്ക് പിറകെ പോയപ്പോൾ സ്വപ്നങ്ങൾ കിട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കിട്ടാതെ അവർക്ക് ആകെ കിട്ടിയത് ഏത് സ്വപ്നം നേടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അതാണ് സാന്റിയാഗോന് സംഭവിച്ചത്. ഇതാ പലർക്കും സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രെയിനിങ്. അപ്പോൾ അതൊരു വലിയൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇടപെടുന്ന, നിങ്ങൾക്ക് എവിടെയാണ് മാറ്റങ്ങൾ ആവശ്യമുള്ളത്, ആ മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വൈബ്രേഷൻ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്പോഞ്ച് പാറ എന്ന് പറയുന്ന പോലെ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയത്, അല്ലെങ്കിൽ അപ്പൂപ്പൻ താടി പാറ, ഈ രണ്ട് രീതിയിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പാറയല്ല പക്ഷേ സ്പോഞ്ചുമല്ല. അതെന്താ? അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു സാധനമാണ്. ചിലർ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സെൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് എപ്പോഴാണോ നമുക്കതിനെ അപ്പൂപ്പൻ താടിയിലേക്ക്, ദാറ്റ് മീൻസ് അപ്പൂപ്പൻ താടി മീൻസ് അത് പാറിപ്പറക്കും അല്ലേ, അത് പാറിപ്പറക്കും. പാറിപ്പറക്കുക എന്നതാണ് ദ സ്റ്റേറ്റ് ഓഫ് ദ സോൾ. സോൾ ഈസ് ഫ്രീ ടു ഫ്ലൈ. നമ്മുടെ സോൾ എപ്പോഴും പാറിപ്പറക്കാൻ കൊതിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പാറപ്പുറം പോലെയാണ്. അത് പാറിപ്പറക്കണതല്ല, പാറപ്പുറത്ത് ഒരു സാധനം വെച്ചതുപോലെ ഉണ്ടായിരിക്കുന്നില്ല നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിലാണ് ഏതാണ് ശരീരത്തിൻ്റെതാണോ, ശരീരത്തിൻ്റെ മണ്ണിൻ്റെ വൈബ്രേഷനിലാണോ, വിണ്ണിൻ്റെ വൈബ്രേഷനിലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റാം. സോ ബിഫോർ യു പ്രേ മേക്ക് ഷുവർ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഒരു അപ്പൂപ്പൻ താടി പോലെ സിമ്പിളായിട്ടുള്ള വൈബ്രേഷനിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, അതിനെ നോക്കി കാണുന്നത് അത്രക്കും സിമ്പിളായിട്ടാണെങ്കിൽ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് നമുക്ക് അത് സാധിക്കാത്തൊരു കാര്യമാണ്. ചിലപ്പം അങ്ങനത്തെ 100 കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയ ഒരാൾ അങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരാളോട് നമ്മൾ ആഗ്രഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവർക്കത് അപ്പൂപ്പൻ താടി പോലെയാണ്. ഇനി നമ്മൾക്ക് വീണ്ടും ആ മാനസികാവസ്ഥയിലേക്ക് വരാൻ വി നീഡ് റെഫറൻസസ് ഓഫ് ദ വൈബ്രേഷൻ. നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം ഏത് വൈബ്രേഷനിലാണ് ഇതിനെടുക്കേണ്ടത്. ചിലപ്പം നമ്മളടുത്തുള്ള ചില കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ നമുക്കത് അപ്പൂപ്പൻ താടി പോലെ ആയിരിക്കും. വേറെ ചില ആളുകൾക്ക് ഒരു പക്ഷേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ പർവ്വത സമാനമായിട്ടുള്ള സംഭവമായിരിക്കും. അത്രയ്ക്കും വലിയൊരു വിഷയമായിരിക്കും. ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവർ വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ, ഇതൊക്കെ എന്നാണ്. എന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ ഡ്രൈവ് ചെയ്യാത്ത കാണുന്നവരൊക്കെ വണ്ടി ഓടിച്ചിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കൊതി തോന്നിയിട്ട് എന്ത് തന്നെ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറയുമ്പോൾ എന്തൊരു പ്രയാസമല്ലേ ഇത് പഠിക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ വെരി സിമ്പിൾ, അപ്പൂപ്പൻ താടി ഐറ്റം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആർക്കൊക്കെയോ അപ്പൂപ്പൻ താടിയാണ്. വേറെ ആരുടെയൊക്കെയോ പ്രശ്നങ്ങളും വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളുടെ അപ്പൂപ്പൻ താടിയാണ്. അപ്പം അതിനെ മനസ്സിലൊന്ന് ധ്യാനിക്കുക, അതിനെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിലാവും ഏത് വൈബ്രേഷനിലാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യേണ്ടത്, ഏത് വൈബ്രേഷനിലാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഞാൻ GT 250 മെറ്റഫറിക്കൽ പ്രെയറിനെ പറ്റി പറയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്, മിസ്സാക്കാതിരിക്കുമെന്ന് ഞാൻ പറയാം. GT 250 ഒന്ന് പോയട്രിയാണ്, രണ്ടാമത്തത് മെറ്റഫറിക്കൽ പ്രെയറാണ്. മെറ്റഫറിക്കൽ പ്രെയർ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ വെറുതെ നടത്തിക്കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ അവസ്ഥ കറക്റ്റായിരിക്കണം. അപ്പോൾ ഹൃദയത്തിന് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കണം നമ്മൾ റെഫറൻസുകൾ വെച്ചുകൊണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവിക വചനങ്ങളൊക്കെ ഉരുവിടുന്നത്, വേദവചനങ്ങളൊക്കെ ഉരുവിടുന്നത്? വേദവചനം ഉരുവിടാനുള്ള കാരണം സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായവനെ എന്ന് പറയുന്നത്, സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ്റെ അവസ്ഥ വൈബ്രേഷനിലായിരിക്കണം എൻ്റെ ആഗ്രഹം നടക്കേണ്ടത്. എൻ്റെ മനസ്സിനെ ഓർമ്മിപ്പിക്കുകയാണ്. കുറേ വേദവചനങ്ങളൊക്കെ ഉരുവിട്ട് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടതിന് ശേഷം ഇതിനെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്, ആഗ്രഹങ്ങൾ പറയുന്നത്.
അത് മെറ്റഫറിക്കൽ നമ്മൾ മനസ്സിന് കൊടുക്കുക. അത് ഞാനല്ല ചെയ്യുന്നത്, ഗോഡ്ലി വൈബ്രേഷനിലാണ് ചെയ്യുന്നത്. അവൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അനുനിമിഷം കൊണ്ട് എല്ലാം സംവിധാനിച്ച് പരിപാലിച്ച് എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ പറ്റുന്ന, ഒരു നിമിഷം കൊണ്ട് എല്ലാത്തിനെയും നശിപ്പിക്കാൻ പറ്റുന്ന, ഒരു നിമിഷം കൊണ്ട് എല്ലാത്തിനെയും പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്നവനായവനെ എന്നൊക്കെ പറഞ്ഞ് അവനെങ്ങനെ സ്മരിച്ച് അവൻ്റെ ക്വാളിറ്റീസൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങാം. വൈ? അത് പറയാനുള്ള കാരണം തന്നെ നമ്മൾ മൈൻഡിന് മെറ്റഫറിക്കൽ റെഫറൻസ് കൊടുക്കുകയാണ്. ഇത് എൻ്റെ പരിപാടിയല്ല, വൈബ്രേഷൻ ഇതാക്കിയിരിക്കണം, മറക്കണ്ട, ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓർമ്മിപ്പിക്കല. പക്ഷെ പല ആളുകൾക്ക് ഇത് ഓർമ്മിപ്പിക്കലാണെന്ന് തോന്നുന്നില്ല. ഇതൊരു ശീലമായതുകൊണ്ട് അത് 3-4 വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇനി കാര്യം പറയാം, ഇതിലേക്ക് കടന്നു പോകുന്നുള്ളതാണ്. അപ്പം മെറ്റഫേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട് മാനിഫെസ്റ്റേഷനും പ്രെയറും വർക്കൗട്ട് ചെയ്യണത്. സോ വി നീഡ് റെഫറൻസ്. ഇപ്പം ഞാൻ നിങ്ങളോട് വൈബ്രേഷൻ പഠിക്കാൻ 2 മെറ്റഫേഴ്സ് എടുത്ത്, ഏതൊക്കെയാണ്? കല്ല്, പാറ, പരുത്തി. പെട്ടെന്ന് ആ ഫീല് കിട്ടിയാലോ നിങ്ങൾക്ക്? നമുക്കിത് മെഷർ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. വെരി സിമ്പിൾ. അതേപോലെ GT 250 മിസ്സാക്കല്ലേ, മോസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മൾ പ്രോഗ്രാമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സച്ച് വേ നമ്മൾ അവിടെ മെറ്റഫറിക്കൽ പ്രെയർ പഠിക്കും. എങ്ങനെ മെറ്റഫറിക്കൽ നമുക്ക് പ്രെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ മെറ്റഫറിക്കൽ നമുക്ക് അഫർമേഷൻ സെറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ പ്രാർത്ഥന സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടേതായിട്ടുള്ള സീക്രട്ട് കോഡ്. പല ആളുകൾക്കും അങ്ങനെ ഉണ്ടായിരിക്കും, എൻ്റെ ഒരു സീക്രട്ട് സംഭവം ഇതാണ്, പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പഠിച്ചുകൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഇനിയും സിമ്പിളാക്കാൻ പറ്റും, വളരെ സിമ്പിളാക്കാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് വളരെ സിമ്പിളാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന് റെഫറൻസ് വേണം, വൈബ്രേഷണൽ റെഫറൻസ് വേണം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ കല്ല് വെച്ചതുപോലെ ആ പ്രയാസം നിങ്ങൾ അത്രമാത്രം ബാധിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ടോ, ദൈവം തമ്പുരാൻ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആദ്യം തന്നെ ഉത്തരം തരല്ല ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഹൃദയത്തിന് കുറച്ച് എളുപ്പം തരും, കുറച്ചൊരു സമാധാനം തരും, അതൊന്ന് ലൈറ്റാക്കി തരും. ആദ്യം എനിക്ക് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ആദിയായിരുന്നു, ഇപ്പം എനിക്ക് ആദ്യമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. വെരി ഗുഡ്, യു ആർ റീച്ചിങ് ടു ദ പോയിന്റ് ഓഫ് മൈൻഡ്ഫുൾനെസ്. അങ്ങനെ ആ മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് ശരിക്കും ആ റിക്വസ്റ്റ് ദൈവത്തിന് അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ ഇത് വൈബ്രേഷൻ കറക്റ്റ് അല്ല, അപ്പോൾ നീ ആദ്യം ഒന്ന് സമാധാനിക്കും. അപ്പം ദൈവമേ 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 റെഡിയാക്കി തന്നെ ഇത് റെഡി ആവുന്നുണ്ടാവില്ല. പക്ഷെ ദൈവമേ 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 എന്നുള്ള സമാധാനമായവൻ്റെ പേര് ഇങ്ങനെ നാമം ഇങ്ങനെ ഉരുവിട്ട് സമാധാനം കിട്ടിയിട്ടുണ്ടായിരിക്കും. സമാധാനം കിട്ടിയപ്പോൾ ഇവന് പിന്നെ ആഗ്രഹം വേണ്ടി വരില്ല, സമാധാനം മതിയായിരുന്നു, ആഗ്രഹമൊന്നും വേണ്ട എന്നാണ് ഓൻ്റെ വയ്ക്കൂ. അപ്പോൾ ദൈവം ചോദിക്കും, അല്ല വിഷയം വേണ്ടേ, അല്ല എനിക്കിത് മതി എന്നാലും ചിലർ പോയിട്ടുണ്ടായിരിക്കും. എപ്പോഴാണോ ആ സമാധാന അന്തരീക്ഷം എത്തുന്നത്, ആ അന്തരീക്ഷം എത്തിക്കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ നിന്നുമാണ് ശരിക്കും നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റ് ആവണത്. അപ്പോൾ വെപ്രാളത്തിൽ പ്രാർത്ഥിക്കരുത്, തിരക്ക് കൂട്ടിയിട്ട് പ്രാർത്ഥിക്കരുത്, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വേണം എന്ന് വാശി പിടിച്ച് പ്രാർത്ഥിക്കരുത്. ഗിവ് യുവർ സെൽഫ് ടൈം ആൻഡ് പേസ്. അതിൽ നിന്നുമാണ് നമുക്ക് നമ്മുടെ വൈബ്രേഷൻ റേസ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ആൽക്കെമിസ്റ്റ് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല പണി കൊടുത്തിട്ടുണ്ട് സാന്റിയാഗോന് കൂടെ ഉണ്ടായിരുന്ന ആൽക്കെമിസ്റ്റ്. ഒരു മരുപ്പച്ചയിലെത്തിയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ, ഗോത്രവർഗ്ഗക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പം ആൽക്കെമിസ്റ്റ് തടി ഊരാൻ വേണ്ടിയിട്ട് നേരെ സാന്റിയാഗോൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് പറഞ്ഞത് ഇവന് ഭയങ്കര അമാനുഷികമായിട്ടുള്ള കഴിവുണ്ട്, ഇവന് കാറ്റാവാൻ പറ്റും എന്നൊക്കെയാണ്. അപ്പോൾ തന്നെ അവന് തോന്നി എൻ്റെ കാറ്റ് പോകുന്നു. കാരണം ആ ഗോത്രത്തലവനൊക്കെ പിടിച്ചുകൊണ്ട് മര്യാദയ്ക്ക് കാറ്റാവടാ എന്ന് പറഞ്ഞ സമയത്ത് ആൽക്കെമിസ്റ്റ് കാണാത്തവരുണ്ട്, കാണും കേട്ടോ, യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ആൽക്കെമിസ്റ്റ് ഉണ്ട്, എൻ്റെ സ്റ്റോറി ടെല്ലിങ്, ഒരു 7 ദിവസത്തെ അടിപൊളി പരിപാടിയാണ്, ഗുണം ചെയ്യും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും സാന്റിയാഗോന് പണി കിട്ടി. അപ്പോൾ സാന്റിയാഗോ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ആൽക്കെമിസ്റ്റിനോട് ഞാൻ എന്താ ചെയ്യുക, എന്താ മനുഷ്യ ഈ പണി തന്നിട്ട്, നിങ്ങളെല്ലാം ആൽക്കെമിസ്റ്റ്, എനിക്കൊരു തേങ്ങ അറിയില്ല, നിങ്ങൾ എന്നെ പിടിച്ചാണ് കാറ്റാവുന്നു പറഞ്ഞാൽ എൻ്റെ കാറ്റിപ്പോൾ പോകുന്നു പറഞ്ഞപ്പോൾ ആൽക്കെമിസ്റ്റ് നീ പരിശ്രമിച്ച് നോക്കൂ, ഒരു രക്ഷയില്ല, ജീവൻ പോകുന്നതായപ്പം പിന്നെ വേറെ വഴിയില്ല. അങ്ങനെ സാന്റിയാഗോ ജീവൻ പോകുമല്ലോ എന്നുള്ള ഭയത്തോട് കൂടിയിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മണ്ണിനോട് ചോദിക്കുന്നു, കാറ്റടിക്കുന്ന സമയത്ത് പൊടി പാറലുണ്ട്, കുറച്ച് പൊടി പാറ്റി തരുമെന്ന് വെച്ചു. അപ്പോൾ മണ്ണ് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിങ്ങനെ കിടക്കുള്ളൂ, ആ ഊർജ്ജം വരുമ്പോൾ ഞാൻ പൊടിയായി പോലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തത് ആരോട് ചോദിക്കണം? കാറ്റിനോട് തന്നെ പോയിട്ട് ചോദിക്കൂ. അപ്പോൾ കാറ്റിനോട് വെച്ചു, കുറച്ച് കാറ്റ് തരുമെന്ന് വെച്ചു. അപ്പോൾ കാറ്റ് പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് എവിടുന്ന് ഒരു കമാൻഡ് കിട്ടപ്പോൾ ഞാൻ ആയി പോണത്, എന്നോടും ചോദിച്ചിട്ട് കാര്യമില്ല അറിയും. ഇനി ആരോട് ചോദിക്കും? മിക്കവാറും സൂര്യനോട് പോയി ചോദിക്കുന്നു പറയും. അപ്പോൾ സൂര്യനോട് പോയി ചോദിക്കും, സൂര്യേട്ടാ കുറച്ച് കാറ്റുണ്ടാക്കി തരും. സൂര്യൻ പറഞ്ഞു, ഞാൻ ചൂടുണ്ടാക്കുന്ന ആളാണ്, കാറ്റുണ്ടാക്കാൻ എനിക്കറിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തരോട് പോയിട്ട് പ്രകൃതിയുടെ ഓരോ ഭൂതങ്ങളിലേക്കും ഇറങ്ങി ചെന്നിട്ട് സാന്റിയാഗോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എവിടെ പോയിട്ട് ആർക്കും അറിയില്ല. കാരണം ഇവർക്കൊക്കെ അറിയാം കാറ്റുണ്ട്, കാറ്റ് അടിക്കുന്ന സമയത്ത് സൂര്യനും അതിൽ ബന്ധമുണ്ട്, മണ്ണിനും ബന്ധമുണ്ട്, കാറ്റിനും ബന്ധമുണ്ട്. പക്ഷെ ഇവർക്കും ആർക്കും അറിയില്ല എപ്പോൾ അത് സംഭവിക്കാനുള്ള കാര്യം. ഇവരൊക്കെ ഒരു അൺസീൻ വൈബ്രേഷനിൽ കണക്ട് ചെയ്തെടുക്കുക, ഏതോ സമയത്ത് അത് സംഭവിക്കുകയാണ്. അത് എങ്ങനെ സംഭവിക്കുന്ന ഇവർക്ക് ആർക്കറിയില്ല. ആവുന്നത് അവരും വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും അവർക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് അവസാനം സാന്റിയാഗോ ഈ വെപ്രാളത്തു നിന്നൊക്കെ മാറിയിട്ട് ആകെ ക്ഷീണിച്ച അവശനായിട്ട് സറണ്ടർ ചെയ്ത് അവിടെ ഇരുന്നു, മുട്ടുമടക്കിയിരുന്നു. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ മുട്ടുമടക്കിയിരുന്ന സമയത്താണ് സാന്റിയാഗോ അവൻ്റെ ആ ശാന്തമായ അവൻ്റെ ഉള്ളിലോട്ട് വല്ലാത്തൊരു അഗാധമായ നിശബ്ദതയിലേക്ക് അവന് പോവാണ്. അഗാധമായ നിശബ്ദതയിലേക്ക് അവൻ പോയ സമയത്ത് അവൻ കാമാവുന്നു, പീസ്ഫുൾ ആവുന്നു, റിലാക്സ്ഡ് ആവുന്നു.
ആ സമയത്ത് അവൻ്റെ ഉള്ളിലെ തന്നെ ഏതോ ഒരു സ്റ്റേറ്റ്, ഒരു നത്തിങ്നെസ് സ്റ്റേറ്റിൽ അവൻ ടച്ച് ചെയ്തപ്പം പതിയെ അവിടെ കാർമേഘം വന്ന് തുടങ്ങി, അല്ലെങ്കിൽ കാലാവസ്ഥ മാറി തുടങ്ങി, പതിയെ 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 ചെറുതായിട്ട് മണ്ണിളകി തുടങ്ങി, അവിടെ വലിയൊരു കൊടുങ്കാറ്റ് സംഭവിക്കുകയാണ്. അപ്പോഴാണ് സാന്റിയാഗോ മനസ്സിലാക്കുന്നത് അവൻ്റെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു വൈബ്രേഷനിൽ പോയിട്ട് ടച്ച് ചെയ്തപ്പം ഈ വെള്ളത്തിലൊക്കെ തൊട്ടാൽ ഓളുണ്ടാവണത് പോലെ ഇതിൻ്റെ അകത്ത് എന്തോന്ന് ടച്ച് ചെയ്യുമ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ബ്ലൂടൂത്തിൻ്റെ വൈഫൈൻ്റെ ഒക്കെ ബ്രോഡ്കാസ്റ്റിംഗ് ഇങ്ങനെ വൈബ്രേഷനായിട്ട് ഇങ്ങനെ റിപ്പിൾസ് ആയിട്ട് ഇങ്ങനെ പോണത്, അതേപോലെ ഈ പരിധിയിൽ, ഈ പരിസ്ഥിതിയിൽ, ഈ ചുറ്റുപാടിൽ എന്ത് റിപ്പിൾസും ഉണ്ടാക്കാനുള്ള, റിപ്പിൾ എഫക്റ്റും ഉണ്ടാക്കാനുള്ള ഒരു ആൻറ്റീന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഇത് പോയിട്ട് സാന്റിയാഗോ തൊട്ടപ്പോഴാണ് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം, ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തൊടുമ്പം ഇതിൻ്റെ ചുറ്റുള്ളവർക്ക് പോലും അറിയില്ല ഇതെന്താ സംഭവം, പക്ഷെ അവർ പോലും അറിയാണ്ട് ഈ ചുറ്റുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്പർശനമാണത്. അവിടെ തൊടുമ്പോഴാണ് പ്രപഞ്ച മനസ്സിനെ തൊടുക എന്ന് പറയുന്നത്, പ്രപഞ്ച മനസ്സിനെ സ്പർശിക്കുക എന്ന് പറയുന്നതൊക്കെ അവിടെ സംഭവിക്കുന്നത്. അപ്പോഴായിരിക്കും ഒരു പക്ഷേ ദൈവത്തിൻ്റെ സിംഹാസനം പോലും കുലുങ്ങുമാറുള്ള പ്രാർത്ഥന സംഭവിക്കുക എന്നൊക്കെ പറയുന്നത്. അത് ഹൃദയം തട്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, ഹൃദയം സ്പർശിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രാർത്ഥന സംഭവിക്കുമ്പം വിഷയമായിരിക്കില്ല വിഷയം. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനുമായിരിക്കും വിഷയം. പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു വിഷയമേ ആയിരിക്കില്ല എന്നുള്ളതാണ്. വിഷയം കേവലം ഒരു വിഷയം മാത്രമായിരുന്നു. പ്രാർത്ഥിക്കാൻ, ഇത് അനുഭവിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണ്ടേ? എനിക്ക് ഇത്ര കഴിവുണ്ടെന്നും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന സംഭവിക്കാൻ ഇത്രമാത്രം ആഴത്തിലുള്ള ഒരു ഹൃദയമുണ്ടെന്നും അത് സംഭവിപ്പിക്കുന്ന ദൈവം ഇവിടെ ഉണ്ടെന്നും തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഒരു ടോപ്പിക് എടുത്തിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പോലെ ചില വിഷയങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുള്ളൂ. പക്ഷേ വിഷയം മാത്സോ ഇംഗ്ലീഷോ എന്നുള്ളതല്ല. വിഷയം എന്ന് പറയുന്നത് അത് സംവിധാനിച്ചവനും അതിൽ പ്രവർത്തിക്കുന്നവനും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും, നമ്മുടെ ഓരോ സ്വപ്നങ്ങളും നമ്മളെ അറിയാനും നമ്മളെ സൃഷ്ടിച്ചവനെ അറിയാനും ഉള്ള വഴിയായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ന്യൂ ഇയർ വരുന്നു, ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെക്കുന്നു, അതിനൊക്കെ ഈ പറഞ്ഞ പോലെ വൈബ്രേഷണൽ ലെവലൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാവുന്നു. ആ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നടത്തിയെടുക്കുമ്പോഴും എന്ത് കിട്ടി ചോദിച്ചാൽ, എൻ്റെ ആഗ്രഹം അത് അപ്പൂപ്പൻ താടി, പിന്നെ എന്ത് കിട്ടി, അതിൻ്റെ മീതിയായിട്ട് എനിക്ക് എന്നെ കിട്ടി, കൂടുതൽ വിശ്വാസമുള്ള എന്നെ കിട്ടി, പ്രാർത്ഥന സംഭവിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ മാനസിക അവസ്ഥ കിട്ടി, അതിൻ്റെ വൈബ്രേഷൻ എനിക്ക് കിട്ടി, അത് നടത്തി തരുന്നവനെ എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റി, അങ്ങനെ ഒരുവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കുന്നോളം ചിന്തിച്ച കാര്യത്തെ, അല്ലെങ്കിൽ പാറയോളം ചിന്തിച്ച കാര്യത്തെ പരുത്തി പോലെ എനിക്ക് സംഭവിക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് എന്തൊരു അത്ഭുതമാണ്, ഓരോ ദിവസം ജീവിതം എന്തൊരു സർപ്രൈസിങ് ആണ്. അങ്ങനത്തെ 1-2 അനുഭവങ്ങൾ ഉണ്ടായതോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് എത്ര വലിയ പർവ്വത സമാനമായിട്ടുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും ഉടനെ തന്നെ അതിനെ പരുത്തി പോലെ നോക്കിക്കാണാനുള്ള കണ്ണ് കിട്ടുന്നതോട് കൂടിയിട്ട് ഒരു പ്രശ്നവും പിന്നെ നിങ്ങളെ തേടി വരില്ല. കാരണം ആ പ്രശ്നങ്ങളൊക്കെ തോറ്റുപോയി. അവർക്ക് മനസ്സിലായി, ഞാൻ മലയായി ചെന്നാലും മഞ്ഞായി ഒരുക്കുന്ന കണ്ണവനുണ്ട്. ആ കണ്ണവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണാണ്. ആ കണ്ണ് കിട്ടുന്നതോട് കൂടിയിട്ട് ഒരു പ്രശ്നങ്ങൾക്കും നിങ്ങളിലേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം പ്രശ്നങ്ങളുടെ വൈബ്രേഷനുമായിട്ട് നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾക്കുള്ളിലെ പരുത്തിയുടെ വൈബ്രേഷൻ കൊണ്ട് നിങ്ങൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഇപ്പം ഞാനോനെ വെട്ടും എന്ന് പറഞ്ഞ് പോവും, അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലും എന്തോ ഒരു നല്ല മനുഷ്യനില്ലേ, ഇവരെ പറ്റിയിട്ടാണ് ഞാൻ വെട്ടണം കൊല്ലണം എന്നൊക്കെ പറയുന്നത്, തിരിച്ചു വരും. വാട്ട് ഹാപ്പൻഡ്? അവരുടെ വൈബ്രേഷൻ വേറെയായിരുന്നു, വെട്ടാൻ പോയ ആളുടെ വൈബ്രേഷൻ വേറെയായിരുന്നു. ആരുടെ വൈബ്രേഷനാണോ പരുത്തി പോലെയുള്ള വൈബ്രേഷൻ, ബുദ്ധൻ്റെ കഥയിൽ പറഞ്ഞിട്ടുള്ള, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ബുദ്ധനെ ചീത്ത വിളിക്കാൻ കുറേ ആൾക്കാർ പോകുന്നു, അവിടെ പോയിട്ട് ചീത്ത വിളിച്ച് തുടങ്ങി ബുദ്ധൻ്റെ ഒരു നോട്ടം കിട്ടുമ്പോഴേക്ക് അവരവിടെ ഇരിക്കും, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കഥകളിൽ പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദ ഡിഫറൻസ് ഇൻ ദ വൈബ്രേഷൻ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ദേ നോ ദ മാജിക് ഓഫ് ദ വൈബ്രേഷൻ. അവർക്ക് ആ വൈബ്രേഷണൽ ഷിഫ്റ്റിൻ്റെ മാജിക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മാനിഫെസ്റ്റേഷൻ പഠിക്കുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മനസ്സിലാക്കുക എന്ന് പറയുമ്പം അതിൽ ഇതുവരെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളോടൊപ്പം മാനസിക തലത്തിലേക്ക് വരുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഭവമാണ് കറക്റ്റായിട്ടുള്ള വൈബ്രേഷണൽ സ്റ്റേറ്റിലാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു നോ ഹൗ ടു ഷിഫ്റ്റ് ദ വൈബ്രേഷൻ, ഹൗ ടു ചേഞ്ച് ദ വൈബ് എന്നുള്ള. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ പറയില്ലേ, ഇപ്പം സമയമായിട്ടില്ല, അതെന്താ, എന്തോ ഒന്ന് റെഡി ആവാനുണ്ട്. എന്താ റെഡി ആവാനുള്ളത്? വൈബ്രേഷൻ റെഡി ആവേണ്ടത്. ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നു എനിക്കത് ഏത് വിധനയും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വൈബ്രേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയ കാര്യമില്ല, നിങ്ങളത് മുന്നേ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്, എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് പോലും ഇപ്പോൾ എന്തോ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വാട്ട് ഹാപ്പൻ? എന്തോ വൈബ്രേഷൻ കറക്റ്റ് അല്ല. ദിസ് ഈസ് വാട്ട് ആക്ച്വലി വി കമ്മ്യൂണിക്കേറ്റ്സ്. ആ വൈബ്രേഷൻ കറക്റ്റ് അല്ല എന്ന് പലപ്പോഴും നമുക്ക് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്
നമുക്ക് അതിന് വേണ്ടി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് അങ്ങനെയല്ല, പിന്നെ അന്ന് ഞാൻ വന്നപ്പോൾ നീ പെട്ടെന്ന് ആക്കി തന്നില്ല, ഇന്നെന്താ എടാ ഇത് അങ്ങനെയല്ല, ഈ എന്താ നമ്മളെ മൈൻഡ് ചെയ്യാത്താണ്, നീ എനിക്കിപ്പോൾ നമ്മളെ പറ്റാനിട്ടാണ്, അങ്ങനെയല്ലടാ. അത് ഒരു നമുക്കിതിപ്പോൾ സിക്സ്ത് സെൻസിൻ്റെ സാധനം ആയതുകൊണ്ട് വൈബ് കറക്റ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റൂലല്ലോ. ഇപ്പം പലപ്പോഴും ഈ എഴുത്തുകാരൊക്കെ ഉണ്ട്, ഈ എഴുത്തുകാർക്കൊക്കെ എഴുതാനൊരു വൈബ്രേഷൻ ഉണ്ട്. സ്റ്റേറ്റ് നിന്നും വരുന്ന വൈബ്രേഷൻ എന്നാണ്, ഫ്ലോ വൈബ്രേഷൻ എന്ന് പറയും, ഫ്ലോ വൈബ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവരിങ്ങനെ പലപ്പോഴും ഇങ്ങനെ എഴുതുന്ന കണ്ട ആൾക്കാർ ഈ 2 പാട്ട് എഴുതൂടെ എന്ന് പറഞ്ഞാൽ എടാ ഇപ്പം കിട്ടൂലടാ, അതിനൊരു എന്താ നീ കഴിഞ്ഞ ആഴ്ച എഴുതില്ല, അത് എഴുതിക്കണ്, മിനിയാന്ന് ഞാൻ ചോദിച്ച പാട് നീ എഴുതിയില്ല, അത് എഴുതിയിട്ടുണ്ട്, എന്നാൽ അപ്പം എഴുതിയാൽ എന്താ എടാ അത് ഇപ്പോൾ ഒരു വരൂല, എന്താ നീ ഇരിക്കുക, എനിക്ക് പറ്റുമോ എഴുത്, അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് വരുന്ന സാധനമല്ല, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം എ സ്റ്റേറ്റ്. അതിനെ നമുക്ക് വിവരിക്കാൻ പറ്റൂല അല്ലേ, അതിന് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. പക്ഷെ പറയാതെ പറയുന്ന ഒരു തലമുണ്ട് എല്ലാവർക്കും. പ്രാർത്ഥനയിലും മാനിഫെസ്റ്റേഷനിലും നമുക്ക് വേണ്ട ഒരു ലാംഗ്വേജ്, പ്രധാനപ്പെട്ട ലാംഗ്വേജാണ് ഈ പറഞ്ഞത്. എല്ലാത്തിനും വൈബ്രേഷൻസ് ഉണ്ട്. വാട്ട് എവർ യു ടച്ചസ് ഹോൾഡിങ് എ വൈബ്രേഷൻ. നോക്കിയേ, ചില ഹോളി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വല്ലാത്തൊരു വൈബാണ്. അപ്പം ദർ ആർ 2 വേസ്. ഒന്നുകിൽ ഒരു സേക്രഡ്നെസ്സും ഇല്ലാത്തതിന് നമ്മൾക്കുള്ളിലെ ഹോളി സേക്രഡ്നെസ് വൈബ്രേഷൻ ഓപ്പൺ ചെയ്താൽ ഒരു സേക്രഡ്നെസ്സും ഇല്ലാത്തതിന് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് കലക്റ്റീവ് വൈബ്രേഷനാണ്. കലക്റ്റീവ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടം തന്നെ പൂർണ്ണമായിട്ടും ഹൈ വൈബ്രേഷനിൽ ഇരിക്കുകയാണെങ്കിൽ, ഹയസ്റ്റ് വൈബ്രേഷനിൽ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ എത്ര ലോ വൈബിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ഇറ്റ് വിൽ ഇൻഫ്ലുവൻസസ് ആൻഡ് എലവേറ്റ് അവർ വൈബ്രേഷൻ. ഒന്നുകിൽ പുറത്തുനിന്നും നമ്മളെ സ്വാധീനിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തെ സ്വാധീനിക്കും. ഈ സ്വാധീനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വൈബ്രേഷണൽ ഡിഫറൻസ് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നമ്മൾക്കുള്ളിലെ വൈബ്രേഷണൽ സ്റ്റേറ്റിനെ നമ്മൾ ട്യൂൺ ചെയ്ത് പഠിച്ചാൽ നമ്മൾക്ക് ഏത് ഇടവും ഹോളി സ്പേസ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. നമുക്കുള്ളിലുള്ള ഇടത്തിലെ വൈബ്രേഷൻ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹോളി സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഹോളി ഫീലിംഗ് കിട്ടൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹോളി സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ മാത്രമേ ഹോളി ഫീലിംഗ് കിട്ടൂ. അല്ലാണ്ട് സാധാരണ ഒരു കവിതയിലെ 2 വരി വായിച്ചാൽ അതിൽ വലിയ ഹോളി ഫീലിംഗ് കിട്ടൂല. വെറുതെ പോയിട്ടൊരു പൂവോ കായോ തൊട്ടൊക്കെ നമുക്ക് ഹോളി ഫീലിംഗ് കിട്ടില്ല. ഹോളി ലാൻഡിലുള്ള പൂ തൊടുമ്പോൾ മാത്രമേ ഹോളി ഫീലിംഗ് കിട്ടുള്ളൂ. എല്ലാം പഠിച്ചവൻ്റെ സൃഷ്ടിയാണ്, എല്ലാത്തിലും പഠിച്ചവൻ്റെ കാര്യങ്ങളുണ്ട്, എല്ലാത്തിലും പഠിച്ചവൻ്റെ ബ്രില്യൻസ് ഉണ്ട്, എല്ലാത്തിലും പഠിച്ചവൻ്റെ മൊഞ്ചുണ്ട്, എല്ലാത്തിലും നമുക്കത് ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദ മാറ്റർ ഈസ് സിംപ്ലി നമ്മൾ കലക്റ്റീവ് ഹോളി അല്ലെങ്കിൽ കലക്റ്റീവ് വൈബ്രേഷനിലുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ നാച്ചുറലി അതിലേക്ക് സ്വാധീനിക്കപ്പെടും. ചിലപ്പം ആരാധനാലയങ്ങൾക്കുള്ളിലേക്കൊക്കെ കടക്കുമ്പോൾ, പള്ളിയിലേക്കുള്ളിലേക്കൊക്കെ ചിലപ്പം പ്രവേശിക്കുമ്പോൾ അവിടെ ഓൾറെഡി കലക്റ്റീവിൽ അതായതുകൊണ്ട് താനേ ഭയങ്കര റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടും. അപ്പോൾ പീപ്പിൾ വിൽ സേ ലൈക്ക് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വൈബാണെന്ന് പറയും. അവിടെ പോയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വൈബ് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. അത് നിങ്ങളെ സ്വാധീനിച്ചു, ആ വൈബ്രേഷൻ നിങ്ങളെ സ്വാധീനിച്ചു. അപ്പം നിങ്ങൾക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണർത്തി. അത് അവിടെ പോകുമ്പോൾ മാത്രം ഉണരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടത്തിനെ അത് ഉണർത്താൻ പറ്റുന്നുള്ളൂ. സ്വമേധയെ അത് ഉണർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് ഉണർത്താൻ പറ്റിയിട്ടില്ല, സ്വമേധയ അത് ഉണർത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ സ്വമേധയ ഉണർത്താൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് എവേക്കണിങ്, സെൽഫ് എവേക്കണിങ്. അങ്ങനെ ഉണർത്താൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ടുണ്ടായ സെയിം അനുഭവം എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ചില സമയത്തൊക്കെ ചിലർ നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നത് ഞാനിങ്ങനെ തീർത്ഥാടന യാത്രകൾക്കൊക്കെ പോയപ്പം കർമ്മങ്ങൾക്കൊക്കെ പോയപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കുന്ന ഫീലിംഗ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. യെസ്, ഇറ്റ് ഈസ് ദർ. ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാഞ്ഞിട്ട് പോലും അവിടുത്തെ അതേ അനുഭൂതി കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി വേറെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഈ വൈബ്രേഷണൽ അവേക്കണിങ് അതിലൂടെ കടന്നു പോയതിന് ശേഷം ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ചില കർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലയിടങ്ങളിലും പോകുമ്പം ഇതുവരെ കിട്ടാത്തൊരു അനുഭൂതി അവിടുന്ന് കിട്ടി. വൈ? ബിക്കോസ് നിങ്ങൾക്കുള്ളിലെ ആ വൈബ്രേഷണൽ സ്റ്റേറ്റ് കുറച്ചുകൂടി റേസ് ചെയ്യാൻ നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം അത് ഒന്ന് പുറത്തുനിന്ന് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം, മറ്റൊന്ന് അകത്തുനിന്നും എവേക്ക് ചെയ്യാം എന്നുള്ളതാണ്. അകത്തുനിന്നും എവേക്കണ്ട് ആകുന്നത് വരെ നമ്മൾ പുറത്തുനിന്നും ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ശരിക്കും ഗൈഡഡ് ടോക്കിൽ വന്നിരിക്കുമ്പോഴുള്ള വൈബ്രേഷനും നിങ്ങളൊരു 2 ദിവസം മുന്നേ വെറുതെ വീട്ടിലെന്തോ പണി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെ പോയപ്പോഴോ ഏതൊരു സ്ഥലത്ത് നിങ്ങൾ പോയപ്പോഴോ എവിടെ നിന്നപ്പോൾ 2 വൈബ്രേഷൻ ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഇരിക്കുമ്പോഴുള്ള വൈബ്രേഷൻ, അവിടെ നിന്നപ്പോഴുള്ള വൈബ്രേഷൻ, നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ദാറ്റ്സ് വൈ പീപ്പിൾ ആർ ഹോൾഡിങ് ഹിയർ. They are attracting towards here. The vibration they are receiving while they come here. ഇനിയോ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്താണെന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. അല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ കയ്യിലൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, ആ സാധനം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ ഫ്രം എനിവേർ. ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഫ്രം ഹിയർ ടു. അത്രയേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഇവോൾവ് ചെയ്യിപ്പിക്കണം, നമ്മളെ വൈബ്രേഷൻസ് ഇങ്ങനെ റേസ് ചെയ്യിപ്പിക്കണം, നമ്മളെ എവേക്കണിങ് സംഭവിക്കുന്നത് വരെ. എവേക്കണിങ് സംഭവിച്ചാൽ നിർത്താനുള്ളതല്ല. എവേക്കണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ത്രൂ എവല്യൂഷൻ.
അപ്പോൾ എവല്യൂഷണറി പീരീഡിലും GTയോ ഇതുപോലത്തെ സെഷൻസോ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ അതിന് കാറ്റലിസ്റ്റ് ആയിട്ട് കൂടുതൽ ഫാസ്റ്റ് ആക്കി തരും നമ്മുടെ ഗ്രോത്ത് എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളെ ലൈഫ് മാറുക എന്ന് പറഞ്ഞാൽ നമ്മളെ എൻ്റയർ വൈബ്രേഷൻ മാറാന്നുള്ള. വൈബ്രേഷൻ മാറാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനെയാണോ അത് നിങ്ങളിലേക്ക് വരുമാറുള്ള പാകത്തിലേക്ക് നിങ്ങളുടെ വൈബ്രേഷൻ സെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ട്രില്യൺസ് ഓഫ് കോശങ്ങൾക്കും അതേ വൈബ്രേഷൻ എത്തിയിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പം നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും രക്തവും എല്ലാം അതിന് വേണ്ടിയിട്ട് അലൈൻഡ് ആകുക എന്ന് പറയുന്നത് പോലെ, അത് നടത്തിത്തരാൻ വേണ്ടി പാകപ്പെടുക എന്ന് പറയുന്നത് പോലെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ ശാരീരിക തലത്തിൽ പോലും മാറ്റങ്ങൾ വരും, ശാരീരിക ഘടനകളിൽ പോലും മാറ്റം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. വൈ? അത്രമാത്രം അതിൻ്റെ വൈബ്രേഷൻ നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറയാറുണ്ട് GC ഗൈഡഡ് കോഡൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ പറയാം, നിങ്ങൾ ഇതിലെ ടൂൾസൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സെല്ലുകൾക്കൊക്കെ ഒരു പ്രത്യേക ഗ്ലോ വരാൻ വേണ്ടി തുടങ്ങും. വൈ? നിങ്ങൾ ആ വൈബ്രേഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സെല്ലുകൾക്കുള്ളിലും ആ അവേക്കണിങ് വിസ്ഡംസ് ഉണ്ടാകുമ്പം നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ നോട്ടവും കാഴ്ചകളൊക്കെ അങ്ങനെ ആയിട്ട് മാറുന്നൊരു ഘട്ടം വരും. അപ്പോൾ നാച്ചുറലി നിങ്ങളുടെ ഈച്ച് സെൽസ് ആർ ആക്ച്വലി ഇൻ ദാറ്റ് വൈബ്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അതിനെ വീണ്ടും വീണ്ടും ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലൈഫിന് മീനിങ് ഉണ്ടാക്കുന്ന കാര്യം. സോ വി ഓൾ ആർ ആൻറ്റിനാസ്. നമ്മളെല്ലാവരും പണ്ട് പഴയ 90 കിഡ്സിനൊക്കെ അറിയായിരിക്കും, 80s ആൻഡ് 90 കിഡ്സിനെ അറിയായിരിക്കും. പണ്ട് ഈ നമുക്ക് TV ഒക്കെ കാണണമെങ്കിൽ വീട്ടിൻ്റെ പിറകിൽ ഒരു ആൻറ്റീന തൂക്കിയിടണം, എന്നിട്ട് അതിങ്ങനെ എടുത്ത് കറക്കണം, റെഡി ആയോ എന്നിങ്ങനെ ചോദിക്കാൻ. അപ്പോൾ ഈ ആൻറ്റീനയുടെ ട്യൂണിങ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ചാനൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലത്തെ ഒരു ലിവിങ് ആൻറ്റീനയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നിടത്തൊക്കെ ചില സമയത്ത് ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവാതിരിക്കാനുള്ള കാരണം ആൻറ്റീന ട്യൂണിങ്ങിനും തെറ്റിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ സന്തോഷമായി തന്നെ സമാധാനമായിട്ട് തന്നെ നിലനിന്ന് ഇങ്ങനെ കിട്ടണമെങ്കിൽ ആ സന്തോഷം സമാധാനം സംഭവിക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷണൽ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞത് കൊണ്ടോ ചിന്തിച്ചത് കൊണ്ടോ ആയാലും നമ്മുടെ ഹൃദയം ആ സ്റ്റേറ്റിലെത്തുകയാണ് നമുക്ക് അനുഭവം വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇന്നലെ അവനോട് സംസാരിച്ചപ്പം ഭയങ്കര നല്ല രസമുള്ള വൈബായിരുന്നു, ഇന്ന് നേരെ ഉൾട്ടായി. എന്തേ മാറിയത്? അവൻ മാറിയോ ഞാൻ മാറിയോ എന്നറിയില്ല, പക്ഷെ ദ വൈബ്രേഷൻ ചേഞ്ച്ഡ്. ഇന്ന് എനിക്ക് ആ വൈബ് കിട്ടിയില്ല, ഇന്നലെ എനിക്ക് ആ വൈബ് കിട്ടി, ഇന്ന് എനിക്ക് ആ വൈബ് കിട്ടുന്നില്ല, നാളെ ചിലപ്പം വേറെ ആയിരിക്കാം വൈബ്. വൈ? കീപ്പ് ഓൺ ചേഞ്ചിങ്. ബിക്കോസ് ഇതിങ്ങനെ ആൻറ്റിന തെന്നിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ലിവിങ് ആൻറ്റിനയാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് നിക്കോള ടെസ്ല പറഞ്ഞത്, എൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിന പോലെയാണ്, ഒരു റിസീവർ പോലെയാണ്. ഈ പ്രപഞ്ചത്തിലെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ നിന്നും എൻ്റെ ആൻറ്റിന ട്യൂൺ ചെയ്ത് വിസ്ഡംസ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ സ്പിരിച്വലി അവേക്കൻഡ് ആവുന്ന ആൾക്കാരെ പറ്റി പറയാറുണ്ട്, ദേ ആർ ജസ്റ്റ് ലൈക്ക് ആക്ടിവേറ്റഡ് അവെയർനെസ് ഉള്ള ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിനാസിനെ പോലെയാണ്. ദേ ക്യാൻ ഡൗൺലോഡ് വിസ്ഡംസ് എന്ന് പറയാം. അവർക്ക് നീഡഡ് ആയിട്ടുള്ള അറിവുകളൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ വയ്ക്കും അതൊക്കെ കുറച്ച് തള്ളല്ലേ. ഞാൻ പറയും, മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഇൻ്റർനെറ്റിനും ഈ ക്ലൗഡ് സിസ്റ്റത്തിനൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഈ നിമിഷം തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഇൻ്റർനെറ്റിനും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുമാണോ പവർ കൂടുതൽ, അതുണ്ടാക്കിയ തലക്കാണോ? അതിൻ്റെ മീതെ സൃഷ്ടാവ് എപ്പോഴും സൃഷ്ടിയേക്കാളും ഉയർന്നിരിക്കണം. അപ്പോൾ മനുഷ്യന് ഈ ടെക്നോളജി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ മനുഷ്യൻ്റെ സാധ്യത എന്താ? എപ്പോഴും അത്രയും സാധ്യത. ആപ്പിളിനെക്കാളും മീതിയാണ് ഈ പറയുന്ന സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞാൽ, അങ്ങയുടെ തലയാണ്. അപ്പോൾ അതേപോലെയാണ് എപ്പോഴും ക്രിയേറ്റർ എപ്പോഴും ക്രിയേഷൻ്റെ മീതിയാണ് ഉണ്ടാവുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ഒരു ആൻറ്റിനയാണ്. അപ്പം വൈബ്രേഷൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിനെ കൊണ്ട് എന്തും ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിച്ചതൊന്നും എത്തിച്ചേരുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഗ്രാമർ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കണമെന്നല്ല തമ്പുരാൻ നോക്കണത്. ഗ്രാമർ കറക്റ്റ് ആക്കിയവനും ഗ്രാമർ തെറ്റിയേണ്ട ഹൃദയത്തിൻ്റെ വിശുദ്ധി അവൻ നോക്കും. ആ വിശുദ്ധിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. അവനക്ക് ചോദിക്കൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, അവനക്ക് പ്രാർത്ഥിക്കൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എങ്കിൽ കൂടി ഹൃദയത്തിൻ്റെ കമ്പനം, ഹൃദയത്തിൻ്റെ വൈബ്രേഷൻ, പ്രാർത്ഥിക്കുമ്പോഴുള്ള അവൻ കീപ്പ് ചെയ്യുന്ന ഇന്നസെൻസിനൊരു വൈബ്രേഷൻ ഉണ്ട്. ആ നിഷ്കളങ്കതയ്ക്ക്, ആ സമർപ്പണത്തിന് അതിനൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനാണ് ദൈവം വായിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നിഷ്കളങ്കമായിട്ടാണ് അവൻ ചോദിച്ചത്. അവൻ അറിവുണ്ടോ? അറിവില്ലേ? നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് അവൻ ഏത് അവസ്ഥയിലാണ്, ഏത് വൈബ്രേഷനിലാണ് പ്രാർത്ഥിക്കുന്നത്. ആ വൈബ്രേഷൻ കറക്റ്റ് ആണെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഏത് ഹൃദയത്തെയും ദൈവം തമ്പുരാൻ കേൾക്കും. തെബ്രീസി പറയുന്നതാണ്, ദർ ഈസ് നോ റൂൾ ഫോർ പ്രയർ. പ്രാർത്ഥിക്കാൻ നിയമങ്ങളൊന്നുമില്ല, ആർക്കും എങ്ങനെയും പ്രാർത്ഥിക്കാം. ഐ ഡോണ്ട് മീൻ അബൌട്ട് ദ റിച്വലിസ്റ്റിക് പ്രയർ. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുക, ചോദിക്കുക, മാനിഫെസ്റ്റേഷൻ, അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിയമങ്ങളൊന്നുമില്ല. ഏത് സിൻസിയർ ആയിട്ടുള്ള ഹൃദയത്തെയും ദൈവം തമ്പുരാൻ കേൾക്കുമെന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയായിരിക്കുമോ, ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാണോ, ചോദിച്ചത് ശരിയാണോ, ഞാൻ ചോദിച്ചാൽ തരുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം
ഏത് സിൻസിയർ ആയിട്ടുള്ള ഹൃദയത്തെയും ദൈവം കേൾക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ സിൻസിയാരിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം. ഞാൻ ചില സമയത്തൊക്കെ നിങ്ങളെ പറ്റിയിട്ടല്ല, ഞാൻ കുറച്ച് മുന്നേ ഒരു 4-5 വർഷം മുന്നേ എന്നെ ഈ മൈൻഡ് പവർ പഠിപ്പിച്ചതിൽ പ്രധാനമായിട്ട് എൻ്റെ മെൻറ്റർ ഡോക്ടർ പി പി വിജയൻ. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിന് അസിസ്റ്റ് ചെയ്യാൻ പോയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ പറ്റാവുന്ന എല്ലാ ഞായറാഴ്ചകളും സാറിൻ്റെ ഈ മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം ഉണ്ടാവും, ശരി ഞായർ. അപ്പോഴൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ അസിസ്റ്റ് ചെയ്യും. ഏകദേശം ഒരു 25ഓളം തവണ ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ട് ഗൈഡഡ് കോഡ് പോലെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് 2 ദിവസം വെച്ചിട്ട് ഫുൾ ഡേ അസിസ്റ്റ് ചെയ്യാൻ പോലുണ്ട് സാറിന്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഈ പറയുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പാർട്ടൊക്കെ എത്തുമ്പോൾ സാറ് ചില സമയത്ത് പറയാറുണ്ട്, ഈ ബുദ്ധൂസുകളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ ചിരിക്കും. പക്ഷെ അതൊരു തമാശ രൂപേണ പറഞ്ഞതാണ്. അതിനെന്താ എക്സ്പ്ലനേഷൻ കൊടുത്താലും സാറ് പറഞ്ഞത് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള, നമ്മൾ പൊട്ടിപ്പെണ്ണ് എന്നൊക്കെ പറയില്ല, പൊട്ടികൾ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് വലിയ അന്തൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ ഭയങ്കര സിൻസിയർ ആയിരിക്കും, ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ലോകവിവരൊന്നും കുറേ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഇവർ ആക്കിയെടുക്കുന്ന പരിപാടി നമ്മൾ ഞെട്ടും. അപ്പോഴാണ് കുറേ ബുദ്ധിജീവികൾ ഇങ്ങനെ നോക്കിയിരിക്കുക. മറ്റേ ആൽക്കമിസ്റ്റ് ഇംഗ്ലീഷുകാരൻ്റെ മാതിരി, നിനക്ക് ആൽക്കമി കിട്ടിയില്ലേ, ഇത്രയും കാലം കഷ്ടപ്പെട്ടെ, എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ മൂപ്പര് ഗ്രാമറും പരിപാടിയൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് സാന്റിയാഗോ വളരെ നിഷ്കളങ്കനാണ്. അവൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, പൊട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല, അവൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്, അതേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇത് വർക്കാവും എന്ന് പറയാറുള്ളത്, അവർക്ക് അത്രമാത്രം നിഷ്കളങ്ക ഭാവത്തിലാണ് അവർ കിട്ടുന്നത്. ആരോടും വെറുപ്പും വിദ്വേഷങ്ങളൊന്നുമില്ല, അവരവരതായ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അപ്പം ഷംസ് തെബ്രീസി വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ വൈബ്രേഷൻ കൂടി കറക്റ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആണ് ആ കോട്ട്. അതിൽ തെബ്രീസി പറയുന്നത്, നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ, ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും ദൈവം തമ്പുരാൻ കേൾക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സും വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഭൂമിയിലുള്ളവരോടുള്ള കാരുണ്യത്തിലായിരിക്കണം നിങ്ങളെന്ന് മാത്രം ഉറപ്പുവരുത്തുക. വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തും നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ വൈബ്രേഷൻ കറക്റ്റ് ചെയ്യുന്നതിൽ ഇതൊക്കെ ഓരോരോ ഘടകങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെയുള്ള എല്ലാം വൈബ്രേഷനിലൂടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സംസാരം തന്നെ, ഞാൻ പലപ്പോഴും ചീട്ടിൽ ആ ടോപ്പിക്ക് പറഞ്ഞു, ആ ഏരിയ പറഞ്ഞു, എൻ്റെ സംസാരം തന്നെ ഞാൻ സംസാരിക്കുന്നു, ശബ്ദമായിട്ട് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നു, ശബ്ദമായിട്ട് ചെവിയിലെത്തിയിട്ട് ചെവിയുടെ എന്താ പറയുക, പ്രധാനപ്പെട്ട ഏറ്റവും ചെറിയ 3 പ്രധാനപ്പെട്ട എല്ലുകളുണ്ട് നമ്മുടെ ചെവിക്കുള്ളിൽ. അതിലൂടെ വന്ന് നമുക്ക് ചെവിൻ്റെ ഉള്ളിൽ ഒരു ഇയർ ഡ്രം ഉണ്ട്. ഞാൻ നേരത്തെ ഇതടിക്കാമെന്ന് പറയില്ലേ, ആ ഗോത്രവർഗ്ഗം ഈ ഗോത്രവർഗ്ഗത്തിലേക്ക് എത്തിച്ചു. അതേപോലെ നമുക്കുള്ളിലൊരു ഡ്രം ഉണ്ട് ചെവിൻ്റെ ഉള്ളിൽ. ആ ഡ്രമ്മിൽ വന്നിട്ട് എൻ്റെ ശബ്ദം തട്ടുമ്പോൾ അതിങ്ങനെ കമ്പനം ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. ആ വൈബ്രേഷനെ നിങ്ങളുടെ നെർവുകൾ എടുത്തിട്ട്, നാഡികൾ എടുത്തിട്ട് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് ഇവിടെ എന്തോ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിനാണ് ആ വൈബ്രേഷൻ എടുത്തിട്ട് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഡീകോഡ് ചെയ്യണത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കഥയും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെ ബ്രെയിൻ എടുത്തിട്ട് വൈബ്രേഷൻസ് റീഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള തോട്ടാക്കിയിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും സംസാരിക്കുന്നതിലും പോലും വൈബ്രേഷൻസിന് ഭയങ്കരമായിട്ടുള്ളൊരു പങ്കുണ്ട്. ആ വൈബ്രേഷനാണ് ആക്ച്വലി നമ്മുടെ 6th സെൻസിൻ്റെ ലാംഗ്വേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ കറക്റ്റാന്ന് വെക്കാം. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, വൈബ്രേഷൻ കറക്റ്റാക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് എന്തൊക്കെയോ അതിനു വേണ്ടി കാട്ടിക്കൂട്ടൽ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എക്സ്ട്രീമിസം എപ്പോഴും അപകടമാണ്. എക്സ്ട്രീമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു അത്യാഗ്രഹമോ ദുരാഗ്രഹമോ ആയിട്ട് മാറും. അവർക്കുള്ളതാണ് ഭൂമിയിലെ കാരാഗ്രഹം എന്ന് ഞാൻ പറയാറുണ്ട്. ഇന്നലത്തെ റൂമി നൈറ്റിൽ ഞാൻ പറയുന്നു, ഭൂമിയിൽ സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഏത് അവസ്ഥയിലുള്ളവരാണ്? അവർ സെറ്റ് ഫ്രീ ചെയ്യുന്നവരാണ്. അവർക്ക് ആ പരിധി പോലെ ആയതുകൊണ്ട് അവർ ആഗ്രഹിച്ചു, അതിനൊരു വൈബ്രേഷൻ ഉണ്ട്, അവരതിനെ വളരെ ഫ്രീ ആയിട്ട് വിട്ടു. പിന്നെ അവരുടെ ഉള്ളിൽ ഒരിക്കൽ പോലും അതിൻ്റെ വൈബ്രേഷൻസിന്, അതിൻ്റെ അവസ്ഥക്ക് ഇടങ്കോലിടുമാറൊന്നും ചെയ്യില്ല. പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് മുകളിലുള്ളവൻ പല കാര്യങ്ങളും സംവിധാനിച്ചുകൊണ്ടിരിക്കും. ആ സംവിധാനിക്കുമ്പം അതിന് നീക്കുപോക്കുകൾ നടത്തണമെങ്കിൽ, പ്രകൃതി ഗൂഢാലോചന നടത്താന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു കുൻഫയക്കുൻ വന്നിരിക്കുന്നു, അത് അവന് സംഭവിക്കട്ടെ എന്ന് നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം അത് സംഭവിക്കും. ഇപ്പം നമ്മൾ അങ്ങനെയല്ല, ആത്മാവിനെ കവർ ചെയ്ത മനസ്സും മനസ്സിനെ കവർ ചെയ്ത ശരീരവും അതിനെ കവർ ചെയ്ത ഭൂമിയും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ലോകത്തിൽ ഓൾറെഡി അത് നിനക്ക് കിട്ടട്ടെ എന്നായിട്ടുണ്ട്. പക്ഷെ ആ കിട്ടട്ടെ എന്നുള്ള അപ്രൂവൽ നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും ഈ ഭൂമിയും ഇവിടുത്തെ വ്യവഹാര രൂപങ്ങളൊക്കെ താണ്ടിയിട്ട് നിന്നിലേക്ക് എത്തണമെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് സംഭവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീക്കുപോക്കുകൾ നടക്കണം. നീ ചോദിച്ച അവസ്ഥ കറക്റ്റ് ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അപ്രൂവൽ മോളിൽ കിട്ടിക്കണേ, ഇവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ് നടക്കാം. പക്ഷെ ആ ചോദിച്ച അവസ്ഥയിൽ നിന്നും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയിട്ട് വരേക്കോ, വന്നില്ലല്ലോ, വരുമോ, അപ്പോൾ അവസ്ഥ മാറി.
അവസ്ഥ മാറുമ്പോഴേക്ക് അവിടുത്തെ നീക്കുപോക്കുകൾക്ക് ഡിലേ വന്ന് ഇതെന്താ ബ്ലോക്ക് ആയത്, മുകളിൽ നിന്നൊരു ചോദ്യം, ഞാൻ അപ്രൂവൽ കൊടുത്തതാണല്ലോ, എന്താ ബ്ലോക്ക് ആയത്, അല്ലാതെ മൂവ് ചെയ്യാൻ പറ്റില്ല, ഭൂമിയിലിരുന്ന് ഓന് വേണ്ടാത്ത ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ബ്ലോക്കായി. അങ്ങനെ ഈ ബ്ലോക്കുകളൊക്കെ വീണ്ടും നമ്മൾ ഇത് കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ആഗ്രഹിച്ചു കൊടുക്കും. വീണ്ടും അപ്രൂവൽ വീണ്ടും ഫോർവേഡ് ചെയ്തു, അത് വന്ന് അവസാനം ഈ മാസം 31 കിട്ടേണ്ടത് അടുത്ത മാസം ഓഗസ്റ്റ് 15 കിട്ടുക. അപ്പം എന്താ, ചിലത് അങ്ങനെയാണ്, സമയത്തിന് കിട്ടും, ചില പ്രാർത്ഥനകൾ വൈകിട്ട്. അങ്ങനെ വൈകിപ്പിക്കണമെന്ന് പഠിച്ചവന് ഒരു നിർബന്ധമില്ല, നമ്മളാ വൈകിപ്പിക്കുന്നത്. നമ്മൾ വൈകിപ്പിച്ചു. ചില ആൾക്കാർ അവസ്ഥ ചോദിക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചോദിച്ച അപ്രൂവലും വാങ്ങി ലോണ് പാസ്സായി, പിന്നെ അത് വാങ്ങിച്ചില്ല, ബാങ്കിൽ അവിടെ ഇട്ട്. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാൽ അവിടുന്ന് തരും, നീ അന്ന് ചോദിച്ചതിനുള്ള സാധനം എടുത്തു വെച്ചാൽ എടുത്തോന്ന് അറിയും. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തരും എന്ന് പറഞ്ഞു. ഭൂമിയിൽ നിന്നും നമ്മൾ എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ തരും. അത് എക്സിറ്റ് അടിച്ച് പോകും. അങ്ങനെ ആകുന്നതിൽ ഒരു കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ കറക്റ്റ് ആയിരുന്നില്ല, നമ്മുടെ വൈബ്രേഷൻ കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ചോദിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ, വൈബ്രേഷനിൽ തന്നെ തുടരാൻ പറ്റാന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താ, കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് തുടങ്ങുമ്പോൾ നമ്മളെ വൈബ്രേഷൻ മാറും. നിങ്ങൾ ആഗ്രഹിച്ചു, കൊതിച്ചു, അത് തവക്കുൽ ചെയ്തു, സെറ്റ് ഫ്രീ ചെയ്തു, വിട്ട് കളഞ്ഞു, സെറ്റ് ഫ്രീ ചെയ്തു, അത് കറക്റ്റ് വൈബ്രേഷനിലാണോ, എനിക്ക് എന്തിനിത് വേണോ, ഇതിനെനിക്ക് വേണോ, എന്തായിട്ട് തോന്നുന്നത്, പരുത്തി, അത് അത്രയല്ലേ ഉള്ളൂ. അത് വന്നാൽ വാവ്, അടിപൊളി, സന്തോഷം. എന്തൊക്കെ സംഭവിക്കും, ഇതല്ല, ഇത് പരുത്തിയ, ഇത് തരുന്നവൻ ഞാൻ, അടിപൊളി, എന്ത് രസമായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം, എന്ത് രസമായിട്ടാണ് ഇത് വർക്ക് ചെയ്യണേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഞാനും അവൻ തമ്മിലുള്ള സ്നേഹം കൂടും, പ്രണയം കൂടും, ബന്ധം കൂടും. അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ എനിക്കറിയാം, കൊള്ളാട്ടോ, ഇതെനിക്ക് വേണം കേട്ടോ, വിട്ടു. അവിടെ ആ ഡിസ്കഷൻ കഴിഞ്ഞു, അത് അപ്രൂവലിന് കൊടുത്തു, സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യണേ, അതിനെപ്പറ്റി ആലോചിക്കണില്ല. പിന്നെ നമ്മൾ പോയിട്ട് നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുത്ത സന്തോഷത്തിൽ നമ്മളിങ്ങനെ ജോയസ് ആയിട്ട്, വൈബ്രേഷൻ, ജോയ്, ഇന്നസെൻസ്, കുറേ ബ്ലിസ്, ഇങ്ങനത്തെ കുറേ ഇതിലായിട്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വൈബ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ശ്രദ്ധിക്കണില്ല. അപ്പം ഉണ്ടായിരിക്കും നമ്മളറിയാതെ ആ സംഭവം നമ്മളിലെത്തണേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഗൈഡഡ് കോഡിൽ വന്നിട്ട് വിഷസൊക്കെ എഴുതി വെച്ച ആൾക്കാരെ അത് എഴുതി വെച്ചതേ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അവർ ഓർമ്മയിൽ അത് മറന്നുപോയി, അവർ വേറെ എന്തൊക്കെയോ കാര്യത്തിലൂടെ പോയിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോണ്ടായിരിക്കും ഇതൊക്കെ നടന്നല്ലോ എന്നറിയും. അതിൻ്റെ ഇടയിൽ എടുക്ക് പോയിട്ട് നടക്കായിരിക്കും അല്ലേ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ രണ്ടാമത്തെ നടക്കോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഈസ് ആക്ച്വലി അത് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സ്റ്റേറ്റ് അല്ല അത് കിടക്കണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മളത് സെറ്റ് ഫ്രീ ചെയ്തിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് മാജിക്കലായിട്ട് നടക്കും. അതുകൊണ്ടാണ് ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ അല്ല സന്തോഷിക്കേണ്ടത്, സന്തോഷിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു. എന്താണ് ബി ആൻഡ് ഇറ്റ് ഈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് കിട്ടുമ്പോൾ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് അവസ്ഥയാണ്, ആ അവസ്ഥ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം, ആ വൈബ്രേഷൻ ഉണ്ടാവണം. ആ ചോദിക്കുമ്പോൾ തന്നെ അത് കിട്ടിക്കഴിഞ്ഞല്ലോ, അത് ഇത്ര എളുപ്പമാണല്ലോ എന്ന ഫീലിങ്ങോടുകൂടി അങ്ങ് ചിന്തിച്ചിട്ട് അതിനെന്ത് ചെയ്യുക, അങ്ങ് വിട്ട് കളയുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന് പറയുന്ന ആ ബീയിങ് എന്താണത് കിട്ടുമ്പോഴുള്ള അവസ്ഥ, ആ അവസ്ഥയുടെ വൈബ്രേഷനിലായിട്ടാണ് നിങ്ങളതിനെ ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞാനീ പറഞ്ഞു പോയ ഒരു കാര്യത്തിലും ദൈവനിന്ദയോ ദൈവനിഷേധമോ ഒന്നുമില്ല. ഗോഡിൻ്റെ എക്സിസ്റ്റൻസിനെ കവച്ചു വെക്കണമെന്നില്ല. ഇതിൻ്റെ പിറകിലൊക്കെ പ്രവർത്തിക്കുന്നത് ദ ഡിവൈൻ റാലമ തന്നെയാണ്. പിന്നെ ഇടുങ്ങിയ മനസ്സിലൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ പഠിച്ചവൻ്റെ ആവശ്യം എന്താ, ദൈവത്തിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെ ഒക്കെ പഠിച്ചവൻ തന്നെ ഇടപെടണം. ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചാൽ, എല്ലാ സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും, നമ്മളെ സന്തോഷിപ്പിക്കാനും, അതിലൂടെ അത് സംവിധാനിച്ചവനെ അറിയാനുള്ളതെന്നുള്ള. കടലുണ്ടാക്കി വെച്ചതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ്. കടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് അതൊക്കെ രഹസ്യമാക്കി വെച്ചതും ആ രഹസ്യങ്ങൾ കണ്ടെത്തുമ്പോൾ നമുക്ക് ഹരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ചിലർക്ക് ഇങ്ങനെയാണ് അറിയാനുള്ള അവസരമെങ്കിൽ അങ്ങനെ അവർ അറിയട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ അറിയുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അറിയലാണ് ഉദ്ദേശം എന്ന് തിരിച്ചറിവുണ്ടാകണം. അതില്ലാത്തവർ ഇതെന്നല്ല, ഈ ഭൂമിയിലുള്ള ഏത് അറിവിൻ്റെ പിറകെ പോയാലും അത് നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ ഒന്നും പറയാനില്ല, ഏത് അറിവെടുത്താലും അവർക്കത് പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ലോ ഓഫ് വൈബ്രേഷൻ. സോ കീപ്പ് ഓൺ വൈബ്രേറ്റിംഗ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. വൈബ്രേഷൻസിനെ പറ്റി ചിന്തിക്കുക. ഞാൻ എന്നിട്ട് മെറ്റഫറിൽ ആ പരുത്തി എന്ന ഭാവം അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം കിട്ടിയ, വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടിയ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ചില ആൾക്കാരോട് നമ്മൾ ചിലപ്പം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പം അവരോടത് പറഞ്ഞതോടുകൂടി നമ്മുടെ ഉള്ളിൽ പാറ മാറി പരുത്തിയായിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് നിങ്ങളിലെ വൈബ്രേഷൻ സെറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ള. ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, ഗൈഡ് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇട്ടു. അപ്പം ഞാൻ ആരപ്പത് നടത്താൻ, എനിക്കിത് ചെയ്യാനൊന്നും അറിയില്ല. ഒന്നുമില്ല, പറയുമ്പോൾ ഒരു സമാധാനം. ഓക്കെ, വൺസ് ദേ കണക്ട് വിത്ത് അസ്, അവരത് പറയുന്ന സമയത്ത്
ആക്ച്വലി അവരുടെ വൈബ്രേഷനെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ വൈബ്രേഷൻ അതുവരെയുള്ള പാറ എന്നുള്ളത് പരുത്തിയാക്കി മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ വൈബ്രേഷൻ റെഡി ആവുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിലൂടെ വാട്ട്സ് ഹാപ്പനിങ്, ആ പരുത്തിയുടെ അവസ്ഥയിൽ അവർക്ക് നിലകൊള്ളാനും ആ ഗൈഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗൈഡിനോട് കൂടി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു സാധനം വെക്കുമ്പോൾ സംടൈംസ് ഐ ഹവ് സീൻ ലോട്ട്സ് ഓഫ് പീപ്പിൾ കമ്മിങ് ഉണ്ടെങ്കിൽ ഗൈഡിനോട് ഞാൻ അന്ന് പറയില്ലേ അത് നടന്നിട്ടോ, ഞാൻ പറയും വെരി ഗുഡ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ റെഡിയായി. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് ആകേണ്ടത്. ജീവിക്കുന്ന പ്രാർത്ഥനയാകണമെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ആഗ്രഹങ്ങൾ പറയുമ്പം, സ്വപ്നങ്ങൾ പറയുമ്പം, വിഷമങ്ങൾ പറയുമ്പം അവർ പോലും അറിയാണ്ട് അവരുടെ ഉള്ളിലെ പാറ പരുത്തിയാകി മാറുന്നുണ്ടെങ്കിൽ നമ്മളാണ് ജീവിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു റോള് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴേ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നുള്ളൂ. അവിടെയും സംഭവിക്കുന്നത് വൈബ്രേഷണൽ ഷിഫ്റ്റുകളാണ്, വൈബ്രേഷണൽ മാജിക്കുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫോർ മീ എന്താണ് പ്രയർ, ഫോർ മീ എന്താണ് മാനിഫെസ്റ്റേഷൻ, ഫോർ മീ എന്താണ് വൈബ്രേഷൻ, അതിലായിരിക്കുമല്ലോ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേക്കും നമ്മൾ കീപ്പ് ചെയ്യുന്ന വൈബ്രേഷൻ. സോ ഇവിടെ വരുന്ന ആളുകൾക്ക് ആ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. ഏതായാലും ഈ അറിവുകൾ വളരെ ഉപകാരപ്പെടുന്നതാണ്, വളരെ അത്യാവശ്യമാണ്. നിങ്ങളും അതുപോലെ ഇതെത്താത്തവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം. ഒരുപാട് ആൾക്കാർ എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ സീരീസ് തുടങ്ങിയതിന് ശേഷം ഇന്നലെ വരെ പല മാജിക്കലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഇങ്ങനെ ഷെയർ ചെയ്തു. ഈ ഇക്വേഷൻ ഓഫ് പ്രെയർ എന്നുള്ള സെഷനൊക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ പറ്റിയിട്ടൊക്കെ. അതുപോലെ മെൻറ്റേഴ്സിനോടും പലരും ഷെയർ ചെയ്ത് കണ്ടു. വെരി ഗുഡ്. അപ്പം ഇത് ആവർത്തിച്ച് കാണാൻ ശ്രമിക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഈ വൈബ്രേഷനിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു പ്രെയറിലേക്കോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വർക്കിലേക്കൊക്കെ കടക്കേണ്ട, ഞാൻ പറഞ്ഞു ഗൈഡ് ടോക്കിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു പീസ് കണ്ടാൽ യു ഗെറ്റ് ദ സെയിം വൈബ്രേഷൻ. ആ വൈബ്രേഷണൽ സ്റ്റേറ്റ് കറക്റ്റ് ചെയ്ത് ഗോ ഫോർ ദാറ്റ് യു ക്യാൻ സീ മാജിക്സ് ഹാപ്പനിങ് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ ഏത് വൈബ്രേഷനിലാണ് കാര്യം. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഞാൻ നിൽക്കുന്നത് പാറയിലാണോ സ്പോഞ്ചിലാണോ, അതുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ വേറെ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്പോഞ്ചിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് വേസ്. ഇഫ് യു കം ഹിയർ ഓർ ഇഫ് യു റീവാച്ച് ദ ഗൈഡഡ് ടോക്ക് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് വൈബ്രേഷൻ, വെരി ഗുഡ്. അങ്ങനെ ആയാലും മതി എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും നല്ല ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെ 250th ഗൈഡഡ് ടോക്കിന് വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം. ഞാൻ വീണ്ടും പറയാണ്, ഒരിക്കലും മിസ്സാക്കരുത് 250th ഗൈഡഡ് ടോക്ക്. പറ്റുന്നവരൊക്കെ നാട്ടിലുള്ളവർ വന്ന് പങ്കെടുക്കാൻ തന്നെ നോക്കണം. പ്രെയറാണ് വിഷയം. ഇനി 2 വീക്ക് കൂടി നമുക്കുള്ളൂ. അപ്പം ആരോടെങ്കിലൊക്കെ അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അറിയിച്ചിട്ട് കൂടെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവരൊക്കെ കൂട്ടിയിട്ട് തന്നെ വരാം. ഒരു ഗ്രേറ്റ് സക്സസ് ആക്കിയിട്ട് നമുക്കിതിനെ മാറ്റണം. ആദ്യമായിട്ട് ആരെങ്കിലും പങ്കെടുക്കണ്ടെങ്കിൽ മുന്നേ ഉള്ള നമ്മളെ കുറച്ച് മുന്നേ വീക്കിൽ തുടങ്ങിയ മാനിഫെസ്റ്റേഷൻ സീരീസ് വീണ്ടും കാണാൻ വേണ്ടി നോക്കാം. ആൻഡ് ഓൾസോ ഇനി നമ്മൾ അടുത്ത വർഷത്തിലായിരിക്കും മിക്കവാറും നമ്മളെ ഗൈഡ് ടോക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ഗൈഡ് ടോക്കാണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ വിഷയമാണ്. നമ്മുടെ ഗൈഡഡ് കോഡ്, ന്യൂ ഇയർ സ്പെഷ്യൽ ഗൈഡഡ് കോഡ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് GC എന്ന് പറയുന്നത്. നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ടോ എന്തായാലും അവർ GC ചെയ്തിരിക്കും. പലരുടെ ബക്കറ്റ് ലിസ്റ്റിലെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും GC മിസ്സാക്കരുത്. കാരണം നമ്മുടെ ടീമിലേക്കുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള എൻട്രിയാണ് ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞാൽ. നാളെ 61ാമത് ന്യൂ ഇയർ സ്പെഷ്യൽ GC സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻറോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻറോൾ ചെയ്യാം. നാളെ നമ്മൾ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത വർഷം വീണ്ടും കാണാം. ഈ യാത്ര നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കാം. ഇതൊരു ഹിസ്റ്ററിയാണ്. 5 വർഷം തുടർച്ചയായിട്ടുള്ള ഒരു ചൈത്ര യാത്രയാണ് ഗൈഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഇനിയും തുടരട്ടെ. വരും തലമുറയ്ക്ക് ഇനിയും ഇതുകൊണ്ട് ഗുണങ്ങൾ കിട്ടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളും സ്നേഹങ്ങളും ആശീർവാദങ്ങളൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കാം. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഊർജ്ജവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജം നിങ്ങളിൽ നിന്നാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരിക്കൽ കൂടി ഒരു നല്ല പുതിയ വർഷം. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ഉണ്ടായിരിക്കും. ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അതിനേക്കാളും കളർഫുള്ളായിട്ട് അടുത്ത വർഷം മാറ്റാൻ ഈ വർഷം കിട്ടിയ അറിവുകളൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.